മനുഷ്യൻ അശക്തനല്ലേ, മനുഷ്യൻ അശക്തനല്ലേ? അതുകൊണ്ട് തന്നെയാണ് പടച്ച തമ്പുരാൻ ഈ പരീക്ഷണങ്ങൾ നൽകിയിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആഗ്രഹിക്കുന്നത് മനുഷ്യന് ഈ ലോകത്ത് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. മൂന്നാമത്തെ പാഠം ഈ മുസീബത്തുകളും മാറാവ്യാധികളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും വരുമ്പോ മനുഷ്യ നീ ക്ഷമിച്ചാൽ അല്ലാഹു നിനക്ക് പ്രതിഫലം ഉയർത്തി തരുന്നതിന് വേണ്ടിയത്രേ. ഇന്നമാ യുവഫ സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. ക്ഷമ അവലംബിക്കുന്നവർക്ക് വണ്ണമായ പ്രതിഫലമാണ്, എണ്ണമറ്റ പ്രതിഫലമാണ്. വസ്സബറു സവാബുഹു അൽ ജന്ന. ക്ഷമയുടെ ഫലം സ്വർഗമാണ്. റമളാൻ ഷഹ്റു സബർ, ക്ഷമയുടെ മാസമാണ്. ആ റമളാനിന്റെ മാസത്തിൽ ആരൊരാൾ ക്ഷമിക്കുന്നുവോ അല്ലാഹു അവർക്ക് നൽകുന്ന ഫലം സ്വർഗമാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സബർ ചെയ്തവർക്ക്, ക്ഷമിച്ചവർക്ക്, ക്ഷമ അവലംബിച്ചവർക്ക് പടച്ച തമ്പുരാൻ ഖുർആനിലൂടെ നമ്മെ അറിയിക്കുന്ന ഓരോ ആരാമങ്ങൾ ഏതൊക്കെയാണ്? വജസാഹും ബിമാ സബറൂ ജന്നതൻ വഹരീറാ മുത്തഖീന ഫീഹാ അലൽ അറായിക് ലാ യറൗന ഫീഹാ ശംസൻ വലാ സംഹരീറാ. ആരൊരാള് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും വരുമ്പോ, മാരകമായ രോഗങ്ങൾ വരുമ്പോ, മാനഹാനി വരുമ്പോ, ശാരീരികമായി ക്ഷീണിതനാകുമ്പോ, മാനസികമായി നഷ്ടമനുഭവപ്പെടുമ്പോ, സാമ്പത്തികമായി തകർന്നു പോകുമ്പോ സർവവും റബ്ബിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ക്ഷമിച്ചാൽ ജസാഹും ബിമാ സബറൂ ജന്നതൻ വഹരീറാ. സ്വർഗവും അതിലെ പട്ടുടയാടകളും അല്ലാഹു അവർക്ക് നൽകുമെന്ന് ഖുർആൻ. മുത്തഖീന ഫീഹാ ആട്ടുകട്ടിലുകളിലും ഊഞ്ഞാലിലും അവരവിടെ ഇരുന്നു കൊണ്ട് വിശ്രമിക്കുമത്രേ. ലാ യറൗന ഫീഹാ ശംസൻ വലാ സംഹരീറാ. അവിടെ ഭയങ്കരമായ ചൂടോ കൊടും തണുപ്പോ ഉണ്ടാവുകയില്ല. മാന്യമായ മിതമായ നിലയിലുള്ള കാലാവസ്ഥയിലൂടെ അവർ സ്വർഗത്തിന്റെ അനുഭൂതികൾ ആസ്വദിച്ചുകൊണ്ട് കഴിയുമെന്ന് ഖുർആൻ പറയുമ്പോ ആർക്കാണത്? ക്ഷമ അവലംബിക്കുന്നവർക്ക് മാത്രമാണ്. നിങ്ങൾക്ക് ഏർപ്പെടുന്ന മാനഹാനിക്കും മാനനഷ്ടത്തിനും കുടുംബ പ്രശ്നത്തിനും മാരകമായ രോഗങ്ങൾക്കും പരിഹാരമാണ് ക്ഷമയാണ്. ആ ക്ഷമയിലൂടെ അല്ലാഹു നിങ്ങൾക്ക് നൽകുന്നത് ഉന്നതമായ കൂലിയാ. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. മാ യുസീബുൽ മുസ്ലിമ മിൻ നസബിൻ വലാ വസബിൻ വലാ ഹമ്മിൻ വലാ ഗമ്മിൻ വലാ അദാ ഹത്താ ശൗകതി യുശാഖുഹാ ഇല്ലാ കഫറല്ലാഹു ബിഹാ ഖതായാ കമാ ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്, ഈ ഭൂമിയിലുള്ള ഒരു മനുഷ്യന്, ഒരു മുസ്ലിമായ സഹോദരനോ ഒരു സഹോദരിക്കോ ഒരു ബുദ്ധിമുട്ടോ ഒരു പ്രയാസമോ ഒരു വിഷമമോ ഒരു ദുഃഖമോ ഒരു രോദനമോ കടമോ രോഗമോ, മറ്റൊരു റിവായത്തിൽ വലാ സഖമിൻ വലാ അലമിൻ, മാരകമായ രോഗങ്ങളോ വിട്ടുമാറാത്ത വേദനയോ ഏതെങ്കിലും ഒരു സത്യവിശ്വാസിക്കോ സത്യവിശ്വാസിനിക്കോ നേരിട്ടാൽ എത്രത്തോളം എന്ന് വെച്ചാൽ ഹത്താ ശൗകതി യുശാഖുഹാ, അവൻ റോഡിലൂടെ നടക്കുമ്പോ, അവൻ പാടത്തിലൂടെ നടക്കുമ്പോ, അവന്റെ പുരയിടത്തിലൂടെ അവന്റെ സ്ഥലത്തുകൂടി അവൻ നടക്കുമ്പോ അവന്റെ കാലിൽ ഒരു ചെറിയ മുള്ള് തറച്ചാൽ പോലും ഇല്ലാ ഗഫറല്ലാഹു ബിഹാ ഖതായാ. അതുകൊണ്ട് ആ വേദന കൊണ്ട് അല്ലാഹു അവന്റെ പാപം മാപ്പാക്കി കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. വീണ്ടും അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്, ലാ യസാലുൽ ബലാഉ ബിൽ മുഅ്മിനി വൽ മുഅ്മിനതി ഫീ
മാലിഹി വനഫ്സിഹി വവലദിഹി ഹത്താ യൽഖല്ലാഹ തആല വമാ അലൈഹി ഖതിയാ. ദുഃഖം അനുഭവിക്കുന്ന ചെറുപ്പക്കാരാ, പ്രവാസ ജീവിതം അനുഭവിക്കുന്ന പ്രവാസികളെ, നിങ്ങൾ ഏർപ്പെടുന്ന കഷ്ടമുണ്ടല്ലോ, നിങ്ങൾ അനുഭവിക്കുന്ന ദുഃഖമുണ്ടല്ലോ, നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസമുണ്ടല്ലോ. ഒരു വീട് വെക്കാൻ വേണ്ടി വർഷങ്ങളായി മരുഭൂമിയുടെ മടിത്തട്ടിൽ കിടന്ന് ചോര നീരാക്കി കഷ്ടപ്പെടുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ. തന്റെ ഉമ്മയെ കാണാൻ കൊതിക്കുന്ന പ്രവാസിയുണ്ടല്ലോ, തന്റെ പൊന്നുമോളെ കാണാൻ കൊതിക്കുന്ന പ്രവാസിയുണ്ടല്ലോ. ഒരു ടിക്കറ്റ് എടുക്കാൻ പോലും ഗതിയില്ലാതെ മരുഭൂമിയുടെ മടിത്തട്ടിലൂടെ എരിപൊരി കൊള്ളുന്ന വെയിലിൽ കഷ്ടപ്പെടുമ്പോ അവന്റെ ഓരോ ശ്വാസവും നിശ്വാസവും, അല്ലാ എന്റെ കടമൊന്ന് വീട്ടിൽ തരണമേ പടച്ചവനെ, എനിക്കൊരു വീട് നൽകണേ അല്ലാ, എന്റെ മകളെ കല്യാണപ്രായമെത്തി അവളെ വിവാഹം കഴിക്കാനുള്ള സൗകര്യം നൽകണേ പടച്ചവനെ. തന്റെ ഭാര്യയെ പോലും മറന്നുകൊണ്ട് എത്രയെത്ര യുവത്വം തുളുമ്പുന്ന ചെറുപ്പക്കാരാണ് തന്റെ ഭാര്യയുടെ സുഖം പോലും മറന്നുകൊണ്ട് മരുഭൂമിയുടെ കൊടുംവെയിലിൽ കിടന്ന് കഷ്ടപ്പെടുന്നത്. ആ ചെറുപ്പക്കാരനെ നോക്കിക്കൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, ദുഃഖിക്കരുതേ, പ്രയാസപ്പെടരുതേ. ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി ഏതെങ്കിലും ഒരു മുസ്ലിം സഹോദരനോ സഹോദരിക്കോ വല്ല ന്യൂനതകളോ വിഷമങ്ങളോ തട്ടിയാൽ അല്ലാഹുവിന്റെ ദർബാറിലേക്ക് അവരെത്തുമ്പോ വമാ അലൈഹി ഖതിയാ, അവർക്കൊരു പാപവും ഉണ്ടാകാതെ നേരെ സ്വർഗത്തിലേക്കാണ് മലക്കുകൾ അവരെ ആനയിച്ചു കൊണ്ടുപോവുക. അത് മതിയല്ലോ നമുക്ക് വലുത്, അതല്ലേ നമുക്ക് വലുത്. നമ്മുടെ നോമ്പ് എന്തിനാണ്, നമ്മുടെ നമസ്കാരം എന്തിനാണ്, നമ്മുടെ ഖുർആൻ പാരായണം എന്തിനാണ്, നമ്മുടെ ഈ പ്രഭാഷണം എന്തിനാ? ദുനിയാവിലെ നൈമിഷികമായ ജീവിതത്തിന് വേണ്ടിയല്ല, ആഖിറത്തിന്റെ അനശ്വരമായ ഭവനത്തിന് വേണ്ടിയാണ്. ദുനിയാവിൽ നമുക്ക് കുറഞ്ഞു പോയാൽ നീതിമാനായ പടച്ച തമ്പുരാൻ ആഖിറത്തിൽ നമുക്ക് വണ്ണമായ പ്രതിഫലം നൽകുമെന്ന് ലോകത്തിന്റെ ഹബീബായ മുത്തളി മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി. അതുകൊണ്ട് ദുഃഖിക്കരുതേ, പ്രയാസപ്പെടരുതേ. ഈ ദുഃഖവും ഈ പ്രയാസവും ഈ മാരകമായ രോഗങ്ങളും അല്ലാഹു നൽകുന്നത് സ്വർഗത്തിന്റെ പദവികൾ അധികരിപ്പിക്കാനാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സൃഷ്ടിച്ചത് തന്നെ പരീക്ഷണത്തിന് വേണ്ടിയാണ്. പരീക്ഷണം അതാണല്ലോ ഒരു മുസീബത്ത്. ഈ പ്രകൃതി ദുരന്തവും മാരക രോഗങ്ങളും എന്ന് പറയുന്നതെല്ലാം ഒരു പരീക്ഷണമാണ്. പ്രകൃതിക്ക് ദുരന്തം സംഭവിക്കുമോ? പ്രകൃതി ദുരന്തം എന്നൊക്കെ പറഞ്ഞാൽ ഇംഗ്ലീഷിൽ നാച്ചുറൽ കലാമിറ്റീസ് എന്നാണ് പറയുക. പ്രകൃതി ദുരന്തം, പ്രകൃതി ക്ഷോഭം. യഥാർത്ഥത്തിൽ പ്രകൃതി ക്ഷോഭിക്കുകയില്ല, കടൽ ക്ഷോഭിക്കുകയില്ല, കാലം ക്ഷോഭിക്കുകയില്ല. ഈ കാലത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹു ക്ഷോഭിക്കുന്നു, പ്രകൃതിയുടെ ഉടമസ്ഥനായ അള്ളാഹു ക്ഷോഭിക്കുന്നു, കടലിന്റെ ഉടമസ്ഥനായ അള്ളാഹു ക്ഷോഭിക്കുന്നു. അവിടെയാണ് വിഷയം. പക്ഷെ നമുക്കത് പറയുമ്പോൾ പ്രകൃതി ദുരന്തം, പ്രകൃതി ദുരന്തം, പ്രകൃതി ദുരന്തം, ചില കാണാപ്പുറങ്ങൾ, ഇത് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. കാലവർഷക്കെടുതിയിൽ ഇത്ര ആയിരം വീടുകൾ നശിച്ചു, ഇത്ര നഷ്ടം, സാമ്പത്തിക നഷ്ടം, കൃഷി നഷ്ടം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ജനങ്ങൾ പറയുന്ന ഒരു പൊള്ളയായ ഒരു വാക്കാണത് പ്രകൃതി ദുരന്തം എന്നെല്ലാം. യഥാർത്ഥത്തിൽ ദുരന്തം അതിന്റെ ഉടമസ്ഥനായ അള്ളാഹു ക്ഷോഭിക്കുകയും കോപിക്കുകയും ചെയ്തതിന്റെ പേരിലാണ് എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. പ്രകൃതിക്ക് എങ്ങനെ ക്ഷോഭിക്കാൻ കഴിയും? പ്രകൃതിയുടെ ഉടമസ്ഥൻ അല്ലാഹുവാണ്. ആ പടച്ച തമ്പുരാൻ തീരുമാനിക്കുന്നത് പോലെയാണ് പ്രകൃതി അതിന്റെ അവസ്ഥകൾ, അതിന്റെ യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ വെളിപ്പെടുത്തുക. ഭൂമിക്ക് നമുക്ക് നമ്മുടെ മുന്നിൽ ക്ഷോഭിക്കാൻ കഴിയുകയില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഭൂമിയോട് ക്ഷോഭിക്കാൻ പറയുമ്പോൾ അത് ക്ഷോഭിക്കുന്നു. കടലിനെ അല്ലാഹു പിടിച്ചു നിർത്തിയിരിക്കുന്നു. ഇന്നൊരു ബണ്ടുകളും ഒന്നുമില്ലാതെ, ഒരു ബന്ധങ്ങളുമില്ലാതെ, തടസ്സങ്ങളുമില്ലാതെ ഈ ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഈ കടൽ, ഇത് അല്ലാഹുവിന്റെ നിയന്ത്രണത്തിലായിരുന്നില്ല എങ്കിൽ ഇന്ന് ഈ കടലിന്റെ മക്കൾ, കടലിന്റെ ഓരത്ത് താമസിക്കുന്നവർക്കെല്ലാം സ്വസ്ഥമായി താമസിക്കാൻ കഴിയുമായിരുന്നില്ല. ഇത് പടച്ച തമ്പുരാൻ പിടിച്ചു വെച്ച ഒരു ഘടനയാണ്, അത് അവന്റെ തർത്തീബാണ്. അതേപോലെ ഡാമുകൾ നമ്മുടെ നാട്ടിലുണ്ട്. വിശേഷിച്ച് ആ മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് ജനങ്ങൾ വല്ലാത്ത ഭീതിയിലായിരുന്നു. ഒരു സമയത്ത് നമ്മുടെ സർക്കാർ അതിങ്ങനെ ഇളക്കിമറിച്ചപ്പോൾ നമ്മളെല്ലാവരും പേടിച്ചു പോയി. കാസർഗോട്ടുകാർ പേടിക്കൂല, കാരണം പൊട്ടിയാൽ ഇങ്ങോട്ട് വരൂലല്ലോ വെള്ളം.
4 ജില്ലക്കാര് ഭയപ്പെട്ടു പോയി. അപ്പൊ ഇടുക്കി ജില്ലക്കാർ, ആലപ്പുഴ ജില്ലക്കാർ, എറണാകുളം ജില്ലക്കാർ, കോട്ടയം ജില്ലക്കാർ ഇവരെല്ലാവരും ഒന്ന് ഭയപ്പെട്ടപ്പോ മൂവാറ്റുപുഴ എന്ന് പറയുന്ന ജില്ലയില്ലാത്ത നാട്ടുകാർ ദുആ ചെയ്യാൻ ലിസ്റ്റ് കൊടുത്തു. മൂവാറ്റുപുഴ ഒന്ന് ജില്ലയാക്കി കിട്ടണം, കാരണം ഇത് എങ്ങാനും പൊട്ടിപ്പോയാൽ ഈ 4 ജില്ലയും തകർന്നു പോകും, മൂവാറ്റുപുഴയിലുള്ളവർ രക്ഷപ്പെടട്ടെ. അതുകൊണ്ട് അങ്ങനെ പോലും ആളുകൾ ചർച്ച ചെയ്തിരുന്നു. 4 ജില്ലകൾ തകർന്നു പോകും. ഇത് ഡാമിനെ അള്ളാഹു പരീക്ഷിച്ചു. പക്ഷേ ആ പരീക്ഷണത്തിൽ ജനങ്ങൾ ഭയന്നു. അത് പൊട്ടിക്കാനും അത് സംരക്ഷിക്കാനും കഴിവുള്ളവർ തമിഴ്നാട് സർക്കാരോ കേരള സർക്കാരോ അല്ല, അത് അള്ളാഹു മാത്രമാണ്. അള്ളാഹു തീരുമാനിച്ചാൽ എത്ര വലിയ പുതിയ ഡാമുകളും പൊട്ടിപ്പോകും. ഡാമിനെ കുറിച്ച് ഖുർആൻ ചർച്ച ചെയ്യുന്നുണ്ട്. ഡാമുകൾ നിലനിർത്തുകയും ഡാമുകൾ പൊട്ടിച്ച് ജനങ്ങളെ ഭയപ്പെടുത്തുകയും ചെയ്ത ചരിത്ര പാരമ്പര്യം പരിശുദ്ധ ഖുർആൻ തന്നെ അവതരിപ്പിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമ്മുടെ വിഷയങ്ങളിലേക്ക് എത്തുമ്പോൾ നമുക്കതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പൊ ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരീക്ഷണങ്ങളാണ്. മൊത്തത്തിൽ പടച്ച തമ്പുരാൻ ഈ മനുഷ്യനെ സൃഷ്ടിച്ചതും ഈ ആകാശ ഭൂമികളെ മുഴുവനും സൃഷ്ടിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുന്നിൽ ഇതെല്ലാം ഒരു ചോദ്യചിഹ്നമാക്കി തന്നത് പരീക്ഷിക്കാൻ വേണ്ടിയാണ്, പരീക്ഷണത്തിന് വേണ്ടിയാണ്. പരിശുദ്ധ ഖുർആൻ ആ ഭാഗം പറയുകയാണ്, എന്തിനാണ് നമ്മളെ സൃഷ്ടിച്ചത്. അല്ലാഹു തആല هل أتى على الإنسان حين من الدهر لم يكن شيئا مذكورا إنا خلقنا الإنسان من نطفة أمشاج نبتليه فجعلناه سميعا بصيرا. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കുകയാ, തെറിച്ചു വീഴുന്ന ബീജഗണത്തിൽ നിന്ന്, കൂടിച്ചേരുന്ന ബീജഗണത്തിൽ നിന്ന് മനുഷ്യ നിന്നെ നാം സൃഷ്ടിച്ചുവെങ്കിൽ, ഈ ദുനിയാവിലേക്ക് ബൃഹത്തായ ലോകത്തേക്ക് നാം നിന്നെ പരിചയപ്പെടുത്തിയെങ്കിൽ, നബ്തലീ അവനെ നാം പരീക്ഷിക്കുന്നതിന് വേണ്ടി മാത്രമാ, അവനെ നാം പരീക്ഷിക്കുന്നതിന് വേണ്ടി മാത്രമാണ്, അവനെ നാം ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ്. വബലൗനാഹും ബിൽഹസനാ വസ്സയ്യാ ലഅല്ലഹും യർജിഊൻ. നന്മകൾ നൽകിക്കൊണ്ട് നാം നിങ്ങളെ പരീക്ഷിക്കും, നാം അവരെ പരീക്ഷിക്കും. ധന്യതകൾ നൽകിക്കൊണ്ട് നാം അവരെ പരീക്ഷിക്കും, ദാരിദ്ര്യം നൽകിക്കൊണ്ട് നാം അവരെ പരീക്ഷിക്കും. എന്തിനാണ്? പരിശുദ്ധ ഖുർആൻ പറയുകയാ, ലഅല്ലഹും യർജിഊൻ, അവർ അല്ലാഹുവിലേക്ക് ചിന്തിച്ചു മടങ്ങുന്നതിന് വേണ്ടിയത്രേ. പരിശുദ്ധ ഖുർആൻ പല നിലയ്ക്കും അല്ലാഹു പരീക്ഷിക്കും, നല്ലതും മോശവും, ധന്യതയും ദാരിദ്ര്യവും, പട്ടിണിയും നല്ല അവസ്ഥയും, ഇതെല്ലാം തന്നെ അല്ലാഹു പരീക്ഷിക്കും. എന്തിന്? അല്ലാഹു അറിയാൻ, അല്ലാഹുവിനെ മനസ്സിലാക്കാൻ. ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന പരീക്ഷണങ്ങളുണ്ടല്ലോ, മുസീബത്തുകളുണ്ടല്ലോ, ഈ മുസീബത്ത് കൊണ്ട് അല്ലാഹു ഉദ്ദേശിക്കുന്നത് 5 കാര്യങ്ങളാണ്. ഒന്ന്, ഈ മുസീബത്തിലൂടെ പടച്ച തമ്പുരാൻ ആഗ്രഹിക്കുന്നത് ഈ മനുഷ്യർക്ക്, സൃഷ്ടികൾക്ക് ക്ഷമയുണ്ടോ സബറുണ്ടോ എന്നറിയുന്നതിന് വേണ്ടി പടച്ച തമ്പുരാൻ ഈ പരീക്ഷണങ്ങളെല്ലാം നമ്മുടെ മേലേക്ക് പാരാഭാരം പോലെ അയക്കുകയാണ്. ഒന്നാമത്തെ പോയിന്റ്. പ്രകൃതി ദുരന്തങ്ങളാകട്ടെ, മാരക രോഗങ്ങളാകട്ടെ, പ്രശ്നങ്ങളാകട്ടെ, ഇതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്ത തീരുമാനം എന്നറിയോ? ഇത് ഒന്ന്, സബർ, ക്ഷമയുണ്ടോ ഈ ഉമ്മത്ത്, ഈ എന്റെ ദാസന്മാർ, എന്റെ ദാസിമാർക്ക് ക്ഷമയുണ്ടോ എന്നറിയുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരീക്ഷണങ്ങൾ നൽകുന്നു. ഒന്ന്, നമ്പർ 1. ഖുർആൻ അല്ലാഹു തആല പറയാണ് ആ ഭാഗം. ഏതെല്ലാം നിലയ്ക്കാണ് മനുഷ്യനെ പരീക്ഷിക്കുക? ഏതെല്ലാം നിലയ്ക്കാണ് പരീക്ഷിക്കുക? വലനബലവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ് വൽജൂ വനഖസിൻ മിനൽ അംവാൽ വൽഅൻഫുസി വസ്സമറാത്ത് وبشر الصابرين. അല്ലാഹുവിന്റെ ദാസന്മാരെ, അല്ലാഹുവിന്റെ ദാസിമാരെ, ഈ ഭൂലോകത്ത് അധിവസിക്കുന്ന നിങ്ങളുടെ സൃഷ്ടാവായ പടച്ച തമ്പുരാൻ പറയുകയാ, വലനബ്ലുവന്നകും, നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും.
നിങ്ങളെ നിർബന്ധം തീർച്ച, യാതൊരു സംശയവും വേണ്ട. നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും, പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഏതെല്ലാം അവസ്ഥയിലാണ് നിങ്ങളെ നാം പരീക്ഷിക്കുക? ബിശൈഇൻ മിനൽ ഖൗഫ്, ഭയം നൽകി അല്ലാഹു പരീക്ഷിക്കുമെന്ന് ഖുർആൻ. ബിശൈഇൻ മിനൽ ഖൗഫ് വൽ ജൂഅ്, പട്ടിണിയും ദാരിദ്ര്യവും നൽകി അല്ലാഹു നമ്മെ പരീക്ഷിക്കുമെന്ന് ഖുർആൻ. വനഖ്സിം മിനൽ അംവാൽ, സാമ്പത്തിക മാന്ദ്യം നൽകി അല്ലാഹു നമ്മെ പരീക്ഷിക്കുമെന്ന് ഖുർആൻ. വൽ അൻഫുസ്, ശാരീരികമായ മാനസികമായ വേദനകൾ നൽകി, മാറാവ്യാധികൾ നൽകി, മാരക രോഗങ്ങൾ നൽകി അല്ലാഹു മാനസികമായി നമ്മെ പരീക്ഷിക്കുമെന്ന് ഖുർആൻ. വസ്സമറാത്ത്, കൃഷികൾ സമൃദ്ധമായ വിളവുകൾ കൊയ്തെടുക്കാമെന്ന ലാഘവത്തോടുകൂടി ലക്ഷങ്ങൾ കൃഷിക്ക് വേണ്ടി ചെലവ് ചെയ്യുന്നവരെ അല്ലാഹു പറയുകയാണ്, ആ കൃഷികളെ എല്ലാം നശിപ്പിച്ചുകൊണ്ട് നാം നിങ്ങളെ പരീക്ഷിക്കും. ഖുർആൻ. ഏതെല്ലാം പരീക്ഷണങ്ങളാണ്, ഏതെല്ലാം പരീക്ഷണങ്ങളാണ്? ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി മാരകമായ രോഗങ്ങൾ നൽകി നമ്മുടെ കൃഷിസ്ഥലങ്ങളെല്ലാം തകർത്ത്, ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് മേഖലകളിൽ നമ്മൾ കഴിക്കുന്ന അരി, അവിടെ നിന്ന് കുട്ടനാട് മേഖലകളിൽ നിന്ന് കൊയ്തെടുത്തു കൊണ്ടുവരുന്ന അരി, ആ കുട്ടനാട് പ്രദേശങ്ങളെല്ലാം വെള്ളത്തിലാണ്, എല്ലാ വർഷവും നഷ്ടത്തിലാണ്, എല്ലാ വർഷവും നഷ്ടത്തിലാണ്. കാസർഗോഡ് ജില്ലയിലെ പല ഭാഗങ്ങളിലും വെള്ളത്തിലായിപ്പോയി. വെള്ളമില്ലാതെ കൂടുതൽ കഷ്ടപ്പെട്ടു നമ്മൾ. ഇവനീതൻ ഭയങ്കരമായ ചൂടിലും ഈ നാട്ടിൽ വരുമ്പോൾ ദുആറക്കണേ ഉസ്താദ്, വീട്ടിൽ പോയാൽ കിടക്കാൻ പറ്റൂല, പവർ കട്ട്, എല്ലായിടത്തും പ്രശ്നം, ഫാനുമില്ല, ഒന്നുമില്ല, വല്ലാത്ത കഷ്ടം. വെള്ളമില്ല. എല്ലാവരും ദുആ ചെയ്ത് ഫാത്തിഹ ഓതി മഴ വന്നു. ഇപ്പൊ ഹത്ത ഓതുവാണ് മഴ ഒന്ന് നിൽക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ അങ്ങനത്തെ അവസ്ഥ വരെ എത്തി. അല്ലാഹു തആല മഴ തന്നപ്പോ നമ്മുടെയൊക്കെ ധാരണ ഒന്ന് തീർന്നിട്ടിയത്. പ്രത്യേകിച്ച് സംഘാടകരും ഇന്നലെ മുതലേ ദ്വാരക്കം തുടങ്ങി കാണും. പടച്ചവനെ മഴ നീ പെയ്ത് വെച്ചാൽ 2 ദിവസം പെയ്ക്കല്ല, അല്ലെ 3 ദിവസം പെയ്ക്കരുത്. അതെല്ലാ നാട്ടിലുള്ള സംഘാടകരുടെ ഒരു സ്വഭാവമാണല്ലോ. അപ്പൊ അതുകൊണ്ട് അതല്ല, അള്ളാഹു തരത്തിൽ ഒരിക്കലും പറയരുത് മഴ നിന്നു പോകട്ടെ എന്ന് പറയാൻ പാടില്ല. അത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മഴ പെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ദുആ അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅ അല്ലാഹുമ്മ ഹവാലൈന വലാ അലൈന, ഹവാലൈന വലാ അലൈന, നമുക്ക് അനുകൂലമായ മഴ റബ്ബേ, പ്രതികൂലമാക്കി നീ ഞങ്ങളെ മഴ തന്ന് നശിപ്പിക്കല്ലേ പടച്ചവനെ. അതായിരുന്നു ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത ദുആ. ആ ദുആ ആണ് നമുക്ക് വേണ്ടത്. അല്ല വേണ്ടെന്ന് പറയരുത്. ലാ തസുബ്ബുദ്ദഹർ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലാ തസുബ്ബുദ്ദഹർ, കാലത്തെ നിങ്ങൾ ചീത്ത വിളിക്കല്ലേ, കാലത്തെ നിങ്ങൾ പരിഹസിക്കല്ലേ, കാലത്തെ ആക്ഷേപിക്കല്ലേ. ചൂടിന്റെ സമയത്ത് എന്തോ ഒരു ചൂടാണ്, കൊടും ചൂടാണ്, ശക്തമായ ചൂടാണ്, വല്ലാത്ത വേനലാണല്ലോ, വല്ലാത്ത കഷ്ടമാണല്ലോ. അല്ലാഹു മഴ തരുമ്പോ ഇത് വല്ലാത്ത മഴയാണല്ലോ, ദുർഘടം പിടിച്ച മഴയാണല്ലോ. റോഡുകൾ നശിച്ചു, നാട് നശിച്ചു, കൃഷികൾ നശിച്ചു, ഇറങ്ങാനേ കഴിയാത്ത ദുരവസ്ഥയാണല്ലോ. ലാ തസുബ്ബുദ്ദഹർ, കാലത്തെ നിങ്ങൾ തെറി പറയരുതേ. ഇന്നമാനദ്ദഹർ, ഞാനാണ് കാലം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞതായി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അണ്ട് കാലത്തെ കുറ്റം, മൂടിഞ്ഞ മഴ, പണ്ടാരം, ഇറങ്ങാൻ പറ്റൂല, എന്താപ്പോ ഈ മഴ, ഇതാരെയാ കുറ്റം പറയുന്നത്? മഴയല്ല, അല്ലാഹുവിനെ. പനി, മാരകമായ രോഗം, പനി. ഓ ഉസ്താദ്, ഒരു മുടിഞ്ഞ പനി പിടിച്ചിട്ട് 2-3 മാസായി. എന്റെ ഒക്കറിച്ച പനി പിടിച്ചിട്ട് ശരീരത്തിന് പാങ്ങില്ല, ഒക്കറിച്ച ആകെ പ്രശ്നം, ഭയങ്കര പ്രശ്നം. അങ്ങനെ വല്ലാത്ത അവസ്ഥയിൽ ഇങ്ങനെ ആളുകൾ പറയും. ലാ തസുബ്ബുൽ ഹുമാ, പനിയെ തെറി പറയല്ലേ, പനിയെ ആക്ഷേപിക്കല്ലേ. ഫഇന്നൽ ഹുമാ മിൻ ഫൈഹി ജഹന്നം കമാ ഖാല റസൂലുള്ളാഹി. നരകത്തിന്റെ ഒരു പുകയാണ്, നരകത്തിന്റെ ഒരു ചൂടാണ്, നരകത്തിന്റെ ഒരു ചൂടാണ്. നമ്മൾ പനിയെ തെറി പറയരുത്, ആക്ഷേപിക്കരുത്. ശരീരത്തിൽ അല്ലാഹു തആല നൽകുന്ന പനിയിലൂടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട്.
അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുന്നത് ഏതെല്ലാം കോലത്തില്, ഏതെല്ലാം രീതിയിലാണ് പടച്ച തമ്പുരാൻ നമ്മളെ പരീക്ഷിക്കുന്നത്. നല്ലപോലെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഈ പരീക്ഷണം എന്തിനാ? ഒന്ന് സബർ, ക്ഷമ. റമളാൻ മാസത്തിന്റെ മഹത്വം എന്താണ്? ഷഹ്റുസ് സബർ, ഷഹ്റുസ് സബർ, ക്ഷമയുടെ മാസമാണ് റമളാൻ. ക്ഷമയുടെ മാസം റമളാൻ. ക്ഷമയ്ക്കുള്ള പ്രതിഫലം എന്താ? അത് പറയും, പുറകെ വരും, പുറകെ വരും. ശ്രദ്ധിച്ചോളി, ശ്രദ്ധിച്ചോളി. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്ന അഊദു ബിക മിനൻ നാർ. പരിശുദ്ധ ഖുർആൻ അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഏതെല്ലാം നിലയ്ക്കാണ് പരീക്ഷണം, ഏതെല്ലാം നിലയ്ക്കാണ് പരീക്ഷണം. ആ പരീക്ഷണങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യണം, അതിനെല്ലാം ഖുർആൻ ഹദീസ് നമുക്ക് പ്രതിവിധി നൽകുന്നുണ്ട്. നല്ലപോലെ ശ്രദ്ധിക്കുക. അപ്പൊ രോഗം, ഭയം, ശാരീരികമായ വേദന, പീഡനം, പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, സാമ്പത്തിക നഷ്ടം, മാനനഷ്ടം, ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമ്പോൾ നമ്മൾ എന്ത് സമീപനമാണ് സ്വീകരിക്കേണ്ടത്? ഒന്നാമതായി പരീക്ഷണങ്ങൾ അല്ലാഹു നൽകുന്നു. പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഒരു പ്രവാചകനും ഈ ലോകത്ത് വന്നിട്ടില്ല ആ സമുദായത്തെയും അവരെയും പരീക്ഷിച്ചിട്ടല്ലാതെ. പ്രവാചകന്മാർ أم حسبتم أن تدخلوا الجنة ولما يأتكم مثل الذين خلوا من قبلكم مستهم البأساء والضراء وزلزلوا حتى يقول الرسول والذين آمنوا معه متى نصر الله ألا إن نصر الله قريب. നിങ്ങൾ ധരിക്കുന്നുണ്ടോ, നിങ്ങൾ കരുതുന്നുണ്ടോ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ ദുനിയാവിൽ ഒരു പ്രയാസങ്ങളും വിഷമങ്ങളും രോഗങ്ങളും മാനഹാനിയും സംഭവിക്കാതെ ലാഘവത്തോടെ സ്വർഗത്തിൽ കടക്കാമെന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടോ? ഇല്ല, ഇല്ല, അത് സാധ്യമല്ല. അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന, ലാഘവത്തോടുകൂടി സ്വർഗത്തിൽ കടക്കാമെന്ന ബോധി നിങ്ങൾക്ക് വേണ്ട. അങ്ങനെ നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങൾ കരുതുന്നുണ്ടോ? വലമ്മാ യാതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബലികും, നിങ്ങൾക്ക് മുമ്പുള്ള മുൻഗാമികളായ സമൂഹത്തിന് അവർക്ക് നേതൃത്വം നൽകിയ പ്രവാചകന്മാർക്ക് പോലും മസ്സതുഹുമുൽ ബഅസാ വല്ലറാ, ദുഃഖങ്ങളും ദുരിതങ്ങളും അവരെ പിടികൂടുക ചെയ്യുകയും എത്രത്തോളം എന്ന് വെച്ചാൽ വസുൽസിലോ, അവരുടെ പാദങ്ങൾ പോലും കിടുകിടാ വിറപ്പിക്കപ്പെട്ടു പോയി. ഹത്താ യഖൂല റസൂൽ വല്ലദീന ആമനൂ മഅ, അവിടുത്തെ പ്രവാചകരും ആ പ്രവാചകന്റെ അനുയായികളും ഒന്നടങ്കം പ്രവാചകനോട് പോലും ചോദിക്കുകയാണ്, പ്രവാചകനടക്കം അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, മതാ നസ്റുല്ലാഹ്. ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും മാനഹാനിയും രോഗങ്ങളും ബുദ്ധിമുട്ടും അവരെ വല്ലാണ്ട് അലട്ടിയപ്പോ അവരൊന്നടങ്കം അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, പറയുകയാണ്, പടച്ചവനെ നിന്റെ സഹായം എപ്പോഴാണ്? അല്ലാഹ് മതാ നസ്റുല്ലാഹ്, അല്ലാഹുവിന്റെ സഹായം എപ്പോഴാണ്? അല്ലാഹ് നീ ഞങ്ങളെ ഈ ദുരിത കയത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത് എപ്പോഴാണ്? അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്. ദുഃഖിക്കരുതേ, പ്രയാസപ്പെടരുതേ. രോഗികളെ, മാനഹാനി സംഭവിച്ചവരെ, സാമ്പത്തിക നഷ്ടം സംഭവിച്ചവരെ, ദുഃഖത്താലും പ്രയാസത്താലും നിങ്ങൾ തളർന്നു പോകരുതേ. ഇതാ ഇതാ അല്ലാഹുവിന്റെ സഹായം അടുത്തുണ്ട്, ഉടനെ ലഭ്യമാകും. ദുഃഖിക്കരുത്, പ്രയാസപ്പെടരുത്. മുൻഗാമികൾക്കൊക്കെ ഈ പ്രയാസം ഉണ്ടായിട്ടുണ്ട്. അള്ളാഹു നമ്മളെ അറിയിക്കുകയാണ്. മുൻഗാമികൾക്കൊക്കെ ഉണ്ട്. ഒരു പ്രവാചകന്മാർക്ക് ഇത് ഉണ്ടാകാതെ വന്നിട്ടില്ല, പോയിട്ടില്ല.
അപ്പൊ എന്ത് ചെയ്യണം? നീ ആയത്തുകൾ ഓതിക്കൊണ്ടിരുന്ന അടുത്ത വിഷയത്തിൽ കിടക്കാൻ പറ്റൂല. അപ്പൊ ഈ പ്രയാസങ്ങൾ ഉണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുന്ന പല ഭാഗങ്ങളുടെ എന്ത് ചെയ്യണം അല്ലാഹ് പറയുന്നു. എന്ത് ചെയ്യണം? ഒന്നാമത് നമ്മുടെ ഈ പ്രശ്നം സബറിനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. സന്തോഷ വർത്തമാനം അറിയിക്കും. ക്ഷമയുള്ളവർക്ക് നബിയെ സന്തോഷ വർത്തമാനം അറിയിക്കും. അപ്പൊ ഈ പ്രയാസങ്ങൾ വരുമ്പോ അള്ളാഹു നമ്മളെ ക്ഷമയുണ്ടോ എന്ന് പരീക്ഷിക്കുകയാണ്. ഈ ബുദ്ധിമുട്ട് വരുമ്പോ നമ്പർ 1 ക്ഷമയുണ്ടോ എന്ന് പരീക്ഷിക്കുകയാണ്. അതിന് അള്ളാഹു തആല നബി തങ്ങളെ കൊണ്ട് പറയുകയാണ്, നബിയെ ഇത്രയും പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ ഉള്ളവരോട് ഒന്ന് പറഞ്ഞുകൂടെ? വബശ്ശിരിസ് സാബിരീൻ. ക്ഷമ കൊണ്ട് സബർ കൊണ്ട് സന്തോഷ വർത്തമാനം അറിയിക്കൂ നബിയെ, സന്തോഷ വർത്തമാനം അറിയിക്കും. ഈ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും വരുമ്പോ എന്ത് ചെയ്യണം അല്ലാഹ് പറയുന്നു. ആർക്കാണ് ക്ഷമ? ആർക്കാണ് സന്തോഷ വർത്തമാനം? അല്ലദീന ഇദാ അസാബതുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഒരു മുസീബത്ത് വരുമ്പോ, ഒരിടങ്ങേറ് വരുമ്പോ, ഒരു പ്രയാസം വരുമ്പോ, ഒരു വിഷമം വരുമ്പോ, മനോദുഃഖം വരുമ്പോ, മരണം സംഭവിക്കുമ്പോ, മാരകമായ രോഗങ്ങൾ പിടിപെടുമ്പോ ആരൊരാള് ഈ ഒരു വാക്ക് പറയുന്നുവോ അവർക്ക് സന്തോഷ വർത്തമാനം അറിയിക്കോ നബിയേ. ഇന്നാ ലില്ലാഹ്, നാം അല്ലാഹുവിന് വേണ്ടിയുള്ളവരാണ്, അല്ലാഹുവിന്റെ ദാസന്മാരാണ്. വഇന്നാ ഇലൈഹി റാജിഊൻ. എത്രത്തോളം പരീക്ഷണങ്ങൾ നമുക്ക് നേരിട്ടാലും നമ്മൾ അവനിലേക്കാണ് മടങ്ങുക. അതുകൊണ്ട് ആ പരീക്ഷണങ്ങൾ അല്ലാഹു നമുക്ക് നൽകുന്നത് അവർക്ക് ക്ഷമയുണ്ടോ എന്നറിയുന്നതിന് വേണ്ടി അത്രേ. ഇങ്ങനെ ക്ഷമിച്ചാൽ അവർക്കുണ്ടാകുന്ന, ഇങ്ങനെ പറഞ്ഞാൽ അവർക്കുണ്ടാകുന്ന ഗുണം എന്താ? ഒരു ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ വിഷമങ്ങളോ, കൃഷി നശിക്കുന്നു, കട കത്തിപ്പോയി, നമ്മുടെ കുടുംബത്തിൽ ഒരാൾ മരിച്ചുപോയി, ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ വരുമ്പോ നമ്മൾ ക്ഷമിച്ചാൽ എന്താണ് പുണ്യം? ഉലൈക അലൈഹിം സ്വലവാതും മിർ റബ്ബിഹിം വറഹ്മ വഉലൈക ഹുമുൽ മുഹ്തദൂൻ. അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് അവർക്ക് റഹ്മത്തുണ്ട്. വമഅനാഹു അൽ മഗ്ഫിറ. റഹ്മത്ത് എന്ന് പറഞ്ഞാൽ അവർക്ക് പാപമോചനമാണ്. ആരൊരാള് ക്ഷമിക്കുന്നുവോ, ആരൊരാള് പൊറുക്കുന്നുവോ, ആരൊരാള് സഹിക്കുന്നുവോ, ഉലൈക ലഹും മഗ്ഫിറ. അവർക്ക് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നുമുള്ള പാപമോചനമുണ്ടത്രേ. ഉലൈക അലൈഹിം സ്വലവാത്തുൻ മിർ റബ്ബിഹിം വറഹ്മ. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് സലവാത്ത് മഅനാഹു മഗ്ഫിറ വറഹ്മത്ത് മഅനാഹു അൽ ഇഹ്സാൻ. അല്ലാഹു അവർക്ക് ഉപകാരം ചെയ്തു കൊടുക്കും. അല്ലാഹു അവരെ സഹായിക്കും, ഉപകാരം ചെയ്തു കൊടുക്കും. മാത്രല്ല ഉലൈക ഹുമുൽ മുഹ്തദൂൻ. അവർ സന്മാർഗ സച്ചരിതരാണ്, അവർ അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരാണ്, മുസീബത്തിൽ ക്ഷമിക്കുന്നവർ. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മർറ ബിഖബരിൻ, ഒരു ഖബറിന്റെ ഓരത്തുകൂടെ നടന്നു പോവുകയാ. അല്ലാഹുവിന്റെ റസൂൽ നടന്നു പോകുമ്പോ ഹബീബായ തങ്ങൾ കാണുന്നു, തബ്കീ ഇൻദ ഖബരിൻ അലാ ഇബ്നില്ലാഹ് വമർറ ബിംറഅത്തിൻ. ഒരു പെണ്ണിന്റെ സമീപത്ത് കൂടി അല്ലാഹുവിന്റെ റസൂൽ കടന്നു പോകുമ്പോ തബ്കീ ഇൻദ ഖബരിൻ അലാ ഇബ്നില്ലാഹ്. ആ പെണ്ണിന്റെ, ആ സഹോദരിയുടെ മകൻ മരിച്ചുപോയി, ആ മകൻ മരണപ്പെട്ടു
പെട്ടുപോയതിന്റെ ആഘാതത്താൽ, ദുഃഖത്താൽ, വിഷമത്താൽ, ഖേദത്താൽ ഖബറിന്റെ ഓരത്ത് നിന്ന് പൊട്ടിക്കരയുന്ന സഹോദരി അള്ളാന്റെ റസൂല് കണ്ടപ്പോ ഹബീബായ തങ്ങൾ ആ സഹോദരിയോട് പറയുകയാ, യാ അമത്തല്ലാ ഇത്തഖില്ലാഹ വസ്ബിരി. അള്ളാന്റെ ദാസിയേ, അള്ളാന്റെ ദാസിയേ, അള്ളാന്റെ ദാസിയേ, നീ അള്ളാഹുവിനെ ഭയപ്പെടണമേ പെണ്ണേ. വസ്ബിരി, നീ ക്ഷമിക്കണേ, ക്ഷമിക്കണേ. അള്ളാന്റെ റസൂൽ പറഞ്ഞു, തന്റെ മകൾ മരിച്ചുപോയി, ആ വിഷമത്തിൽ ഒന്ന് ഖബറെടുക്കുന്ന ഇങ്ങനെ കരയാ. അള്ളാന്റെ റസൂൽ പറഞ്ഞു, ക്ഷമിക്ക്, ക്ഷമിക്ക്, അള്ളാഹെ ഭയപ്പെട്. അവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല, ആ പെണ്ണുങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. കാലത്ത് ആ സഹോദരി പറയുകയാണ്, ഇലൈക അന്നി, ഇലൈക അന്നി, ഇന്നക ലം തുസബ് ബിമുസീബതി. മര്യാദയ്ക്ക് പോയിക്കോ, അവിടുന്ന് വിട്ടിട്ട്. ഞാൻ എന്റെ പ്രയാസവും വിഷമവും കൊണ്ട് ഞാൻ എന്റെ മകൻ പോയ വിഷമത്താല് ദുഃഖത്താല് കരയുന്നു, ഇയാൾ എന്നെ സമാധാനിപ്പിക്കാൻ വിട്ടോ, വണ്ടി വിട്ടോളാൻ പറഞ്ഞു. ഭയപ്പെടുത്തിയിട്ട് ആ സഹോദരി അള്ളാന്റെ റസൂലാണെന്നറിഞ്ഞില്ല. അള്ളാന്റെ റസൂല് അവിടം വിട്ടുപോയപ്പോ ഫള് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആ സഹോദരിയുടെ സമീപത്തു കൂടെ നടന്നുപോയി. ആ സഹോദരിയോട് ചോദിച്ചു, അലം തകുൻ തഅരിഫുൻ നബിയ, നീ അറിഞ്ഞില്ലയോ അത് നബിയാണെന്ന കാര്യം? അള്ളാന്റെ റസൂൽ ആണ് നിന്നോട് പറഞ്ഞത്. ഇത്തഖില്ലാ വസ്ബിരി എന്ന് പറഞ്ഞത് ലോകത്തിന്റെ പുത്രനാണ്, ലോകത്തിന്റെ നായകനാണ്, ലോകത്തിന്റെ കെടാവിളക്കായ മുഹമ്മദ് മുസ്തഫ തങ്ങളാണ് നിന്നോട് പറഞ്ഞത്. ഉടനെ ആ മാതാവ് ഹൃദയത്തുടിപ്പോടെ വേദനയോടെ ഇലാ ഹദറത്തി റസൂലില്ലാ, ഹൃദയത്തിന്റെ തുടിപ്പോടെ ഹൃദയവേദനയോടെ അത്തത്തിൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിലേക്ക് വന്നപ്പോ ഫലം തജിദ് ബവാബീൻ, നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ വീടിന്റെ മുറ്റത്ത് ഒരൊറ്റ പാറാവുകാരും ഉണ്ടായിരുന്നില്ല. നബി തങ്ങളോട് പറഞ്ഞു, നബിയേ എനിക്ക് മാപ്പാക്കണം നബിയേ, ഞാൻ അങ്ങേ അറിഞ്ഞിരുന്നില്ല ഹബീബേ, അങ്ങ് റസൂലാണ്, അങ്ങ് നബിയാണെന്ന കാര്യം ഞാൻ അറിഞ്ഞില്ല നബിയേ, എന്നോട് മാപ്പാക്കണേ യാ റസൂലല്ലാഹ് എന്നാ മഹദിയായ സഹാബത്ത് പെണ്ണ് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്തെന്നറിയുവോ? ഇന്നമസ് സബ്റു ഇൻദ സദമത്തിൽ ഊലാ. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോ, ഒരു പ്രയാസം ഉണ്ടാകുമ്പോ ആദ്യ പ്രാരംഭഘട്ടത്തിലാണ് ക്ഷമിക്കേണ്ടത്. പിന്നീട് വന്നിട്ട് ക്ഷമിക്കണേ പൊറുക്കണേ എന്ന് പറഞ്ഞിട്ടൊന്നും അതിന് കൂലിയില്ല. ഫസ്റ്റ് എയ്ഡ് ബോക്സ് ബസ്സിൽ ഫിറ്റ് ചെയ്ത് എന്തിനാ? വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അവിടെ ഒക്കെ മുട്ടിയാൽ ഫസ്റ്റ് എയ്ഡ് അത് ഇങ്ങനെ ചെയ്യണം. ആദ്യത്തെ ക്ലിയർ ആണ്, ആദ്യമായിട്ടുള്ള ആ ഒരു ചികിത്സയാണ്. അപ്പൊ ഒരു വിഷമം വരുമ്പോ, ഒരു പ്രയാസം വരുമ്പോ ആദ്യമായിട്ട് അത് ക്ഷമിക്കണം. അസ്സബ്റു ഇൻദ സദമത്തിൽ ഊല, ആദ്യത്തെ ക്ഷമ. അതിനാണ് അല്ലാഹ് ആദ്യത്തെ പ്രഹരമേൽക്കുമ്പോഴുണ്ടാകുന്ന ആ വേദനയ്ക്ക് ക്ഷമിക്കലാണ് കൂലി എന്ന് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ആ സഹോദരിയെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. എന്നിട്ട് നബി തങ്ങൾ അവർക്ക് വേണ്ടി ദുആ ചെയ്തു, പൊറുക്കലിനെ തേടി. അത് ഹദീസിലുണ്ട്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ? ബുദ്ധിമുട്ടും പ്രയാസം വരുമ്പോ ഞങ്ങൾ ക്ഷമിക്കണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തുള്ള മുസ്ലിം മക്കളോട് വിളിച്ചു പറയുകയാണ്, ഇദാ അസാബ അഹദകും മുസീബ. നല്ലപോലെ ശ്രദ്ധിച്ചോളി ഹദീസ്, നല്ലപോലെ ശ്രദ്ധിച്ചോളി. നമുക്കൊക്കെ മുസീബത്ത് പ്രയാസങ്ങൾ വരുമ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഇദാ അസാബ അഹദകും മുസീബ ഫൽയദ്കുർ മുസീബതഹു ഫിയാ ഫഇന്നഹാ മിൻ അഅ്ളമിൽ മസായിബ്. നിങ്ങൾക്ക് നിങ്ങളുടെ ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി, കുടുംബപരമായി, കൃഷി സംബന്ധമായി നിങ്ങളേൽക്കുന്ന ഓരോ ബുദ്ധിമുട്ടുകളുണ്ടല്ലോ, പ്രയാസങ്ങളുണ്ടല്ലോ, ആ പ്രയാസങ്ങൾ നിങ്ങളെ അലട്ടുമ്പോ ഫൽയദ്കുർ മുസീബതഹു ഫിയാ, എന്റെ മുസീബത്തിനെ, നിങ്ങളുടെ പ്രവാചകനായ എനിക്ക് ഏർപ്പെട്ട മുസീബത്തിനെ, അതല്ലെങ്കിൽ എന്റെ മരണത്തെ നിങ്ങൾ ഓർക്കണേ, ഓർക്കണേ. ഫഇന്നഹാ മിൻ അഅ്ളമിൽ മസായിബ്, ലോകത്തുള്ള സകലമാന മുസീബത്തുകളെക്കാൾ, വേദനകളെക്കാൾ, നഷ്ടത്തെക്കാൾ
ഏറ്റവും വലിയ നഷ്ടമാണ് ഞാൻ ഈ ലോകത്ത് നിന്ന് വിട പറയുന്നത്. ആ നഷ്ടം നിങ്ങൾ ഓർത്തുകൊള്ളണേ, ഓർത്തുകൊള്ളണേ. നിങ്ങളുടെ ജീവിതത്തിലെ നഷ്ടത്തിന്റെ പരിഹാരം എന്റെ നഷ്ടമാണ്, എന്റെ നഷ്ടമാണ്. നബിയുനാ റസൂലുള്ളാഹി. അതിനേക്കാൾ വലിയ നഷ്ടമുണ്ടോ? ഹബീബ റസൂൽ തങ്ങൾ പോയ രംഗത്തെ കുറിച്ച് എന്താ ആ രംഗമൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങോട്ട് പോയാൽ പിന്നെ അത് പറയണം. വല്ലാത്ത നമ്മൾ അനുഭവിക്കുന്ന പോലുള്ള വേദന ആയിരുന്നില്ല നബി തങ്ങൾ അനുഭവിച്ചത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, ദഖൽതു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിലേക്ക് ഞാൻ കടന്നപ്പോ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾക്ക് കഠിനമായ വേദന അനുഭവപ്പെടുകയാണ്. അഖദത്ത് വല്ലാത്ത വേദനയുടെ തുടക്കം, വല്ലാത്ത ബുദ്ധിമുട്ടിന്റെ പ്രയാസത്തിന്റെ തുടക്കം. ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിലേക്ക് പോയിട്ട് നബിയെ ഞാനൊന്ന് തൊട്ടുപോയി. ബുദ്ധിമുട്ടും പ്രയാസവും രോഗവും അനുഭവിച്ചു കിടക്കുന്നവരെ നമ്മളൊന്ന് തൊടാൻ പോകുമ്പോ വല്ലാത്ത വേദനയാണ് എന്ന് പറഞ്ഞു. ഒരു സമാധാനത്തിന് വേണ്ടി, ഒരു സാന്ത്വനത്തിന് വേണ്ടി ഒന്ന് കൈകൊണ്ടൊന്ന് തടവുന്നത് പോലെ ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിൽ ഒന്ന് മെല്ലെ ഒന്ന് തടവിക്കൊടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഖുൽതു നബിയേ, അങ്ങ് വല്ലാത്ത വേദനയല്ലേ അനുഭവിക്കുന്നത് ഹബീബേ? ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഇന്നി ഊഅകൂ വഅകൻ ശദീദാ. ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇബ്നു മസ്ഊദേ, ഞാൻ അനുഭവിക്കുന്ന വേദനയുണ്ടല്ലോ, നിങ്ങളിൽപ്പെട്ട രണ്ടുപേരും മരിക്കുമ്പോഴുണ്ടാകുന്ന വേദനയാണ് ഞാൻ അനുഭവിക്കുന്നതെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു. നമ്മൾ അനുഭവിക്കുന്ന, രണ്ടുപേരനുഭവിക്കുന്ന മരണവേദനയാണ് ഞാൻ അനുഭവിക്കുന്നത്. ഉടനെ ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, പറയുക, ഇന്നലക അജ്റൈൻ, നബിയെ അങ്ങേക്ക് രണ്ട് കൂലി ലഭിക്കൂലേ നബിയേ? രണ്ടുപേരുടെ മരണവേദനയാണ് നബിതങ്ങൾ അനുഭവിക്കുന്നതെങ്കിൽ എന്ത് മുസീബത്തായിരിക്കും അല്ലേ? അത് ഞാൻ അങ്ങോട്ട് പറയുന്നത് മരണം, നബിയുടെ വഫാത്ത്, അത് വേറെ വിഷയം. ഞാൻ പറഞ്ഞ എന്തിനാ? നബിതങ്ങൾ അനുഭവിച്ച വേദന. അപ്പൊ അങ്ങക്കൊരു മുസീബത്ത്, നമുക്കൊരു വേദനയോ ശരീരത്തിന് വേദനയോ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ വന്നാൽ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കേണ്ടത് ആരെയാ? എൻ്റെ ഹബീബായ തങ്ങൾ അനുഭവിച്ച ആ വേദന അത്രയൊന്നും ഞാൻ അനുഭവിക്കുന്നില്ല. നബിതങ്ങൾ അനുഭവിച്ച മുസീബത്ത് വല്ലാത്ത മുസീബത്ത് ആയിരുന്നില്ലേ തൻ്റെ ജീവിതത്തിൽ അല്ലാഹുവിന്റെ റസൂൽ അനുഭവിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം? സുജൂദിൽ കിടന്ന ഒട്ടകത്തിന്റെ മാലയെടുത്തിട്ടത്, ഷേബ് അബി താലിബിൽ 2-3 വർഷം ഉപരോധത്തിൽ കഴിഞ്ഞുകൂടിയത്, അല്ലാഹുവിന്റെ റസൂലിനെ പട്ടിണി കിട്ടത്, കല്ലെറിഞ്ഞത്, നബിതങ്ങളെ അടിച്ചത്, നബിതങ്ങളുടെ പല്ലടിച്ചു ഒഴിപ്പിച്ചത്, എത്ര വേദന ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുഭവിച്ചു. അവസാനം ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ രണ്ടുപേരുടെ മരണകപ്രാളമാണ് ഹബീബായ തങ്ങൾ അനുഭവിച്ചതെങ്കിൽ, ഹേ സ്വഹാബത്തെ, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ നിങ്ങൾ എൻ്റെ വിഷമം ഓർത്താൽ മതി, എൻ്റെ പ്രയാസം ഓർത്താൽ മതി. മനസ്സിലായില്ലേ? നമ്മൾ ദുഃഖിക്കേണ്ടതില്ല, ഒന്നുമില്ല, നമുക്കൊരു പ്രയാസമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ ഈ രോഗങ്ങളും ഈ പ്രകൃതി ദുരന്തങ്ങളും ഇത് നമുക്ക് അല്ലാഹു നൽകുന്നതിന്റെ ഒന്നാമത് എന്തിനാണ് അത് തരുന്നത്? സബ്ർ, ക്ഷമയുണ്ടോ എന്നറിയാൻ വേണ്ടി. നമ്പർ 1 തൽക്കാലം അവിടെ നിൽക്കട്ടെ. അടുത്ത നമ്പർ 2ലേക്ക് വാ. മനുഷ്യൻ ബലഹീനനാണ് എന്ന് മനസ്സിലാക്കാനാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്തി പരീക്ഷണങ്ങളെല്ലാം തരുന്നത്. മനുഷ്യൻ ബലഹീനനാണ്. പരീക്ഷണങ്ങൾ തരുമ്പോ എല്ലാം പോയില്ലേ, തകർന്നില്ലേ? അതുവരെയ്ക്ക് അവക്കുറിച്ച് ആരാ? എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്ന പ്രയാസം വന്നു പോയാലും പിന്നെന്തായി? എല്ലാം പോയി, തകർന്നില്ലേ? ഖുലിഖൽ ഇൻസാനു ദഈഫാ. അല്ലാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് ബലഹീനനായിട്ടാണ്. അല്ലാഹുല്ലദീ ഖലഖകും മിൻ ളഅഫിൻ ثم جعل من بعد ضعف قوة ثم جعل من بعد قوة ضعفا وشيبا.
മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചത് രണ്ട് ബലഹീനതകളുടെ ഇടയിലാണ്. ഈ രണ്ട് ബലഹീനതയുടെ ഇടയിൽ കിടന്ന് അഹങ്കരിക്കല്ലേ മനുഷ്യ, അഹങ്കരിക്കല്ലേ. അങ്ങനെ നീ അഹങ്കരിക്കുമ്പോ അള്ളാന്റെ പരീക്ഷണമാണ് നിന്നിലേക്ക് ഇറക്കുക. ഒന്നാമത് ഉമ്മാന്റെ ഗർഭാശയത്തിൽ നിന്ന് നീ പുറത്തേക്ക് വരുമ്പോ നീ ബലഹീനനാണ്, നീ ബലഹീനനാണ്. ഒരാളുടെ സഹായമില്ലാതെ കഴിക്കാൻ സാധ്യമല്ല, ചിരിക്കാൻ സാധ്യമല്ല, ജീവിക്കാൻ സാധ്യമല്ല. ഒരു ഉമ്മാന്റെ ഒക്കത്ത് വെച്ച് പാല് കുടിക്കാതിരുന്നാൽ നിന്റെ കരച്ചിൽ വല്ലാത്ത കരച്ചിലായിരിക്കും, നിന്റെ തേങ്ങൽ വല്ലാത്ത തേങ്ങലായിരിക്കും. അപ്പോ നിന്റെ ഉമ്മ എടുത്ത് നിനക്ക് ഉമ്മാന്റെ മാറിടത്തിലേക്ക് നിന്റെ വായു കൊണ്ട് കൂട്ടിയിണക്കുമ്പോ നിന്റെ ദുഃഖവും പ്രയാസങ്ങളും മാറുന്നുവെങ്കിൽ ആ ഉമ്മാന്റെ തണലില്ലാതെ മനുഷ്യ നിനക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് ഖുർആൻ. അല്ലാഹു ഖലഖകും മിൻ ളുഅഫ്. അതിന്റെ വേറെ ഒരുപാട് ഹദീസുണ്ട്. അങ്ങനെ പോയ അങ്ങനെ അങ്ങോട്ട് പോകും വണ്ടി. ഈ വിഷയം ഇന്ന് തീർക്കണം, ഇന്ന് തീരൂല. ഇന്ന് തീർത്തിട്ട് നാളെ വേറെ തൗബ, ഭയങ്കര വിഷയം. അത് 5 ദിവസം പറയേണ്ട വിഷയമാണ്. അത് നാളെ ഒറ്റ ദിവസം കൊണ്ട് തീർക്കണം. അവ എന്താ സംഭവിച്ചത്? എന്താ പറഞ്ഞത്? അല്ലേ? കുഞ്ഞിനെടുത്താൽ കൊച്ചു കുഞ്ഞിനെടുത്താൽ 2 വയസ്സ്, 5 വയസ്സായി, 3 വയസ്സായി, 6 വയസ്സായി, 7 വയസ്സായി. ഒരാള് സഹായം വേണ്ടേ? ഒരു സഹായം വേണ്ടേ? സഹോദരങ്ങളെ, എന്തപ്പ എല്ലാവർക്കും ഉറക്കം വരുന്നോ? എന്താ പൊന്നെ, വക്കറ്റൂര് വന്നാലേ നിങ്ങളുടെ ഉറക്കം മാറുള്ളൂ. അതന്നെ. നിങ്ങളൊന്നും നല്ലപോലെ ശ്രദ്ധിക്കും. പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് 12:30 ആകുമ്പോൾ നിർത്താം ഇൻഷാ അല്ലാഹ്. ബാങ്ക് വിളിക്കുമ്പോൾ നമുക്ക് നിർത്താം. തീരണ്ട വിഷയം തീരട്ടെ. അപ്പോ നമ്മളൊരു ലുഅഫ് ആദ്യം തുടക്കത്തിലൊരു ലുഅഫ്, ബലഹീനരായി, ആരുടെ സഹായമില്ല. പിന്നെ അല്ല കുറച്ച് ആളത്തേക്ക് മാഷാ അല്ലാഹ് ജിംനേഷ്യത്തിലൊക്കെ പോയിട്ട് അവൻ ഇങ്ങനെ എടുത്തിട്ട് എന്താപ്പാ പവർ, അവൻ ഇങ്ങനെ കൈയൊക്കെ കാണിച്ചിട്ട് ആ ബൈക്കിനകത്തൊക്കെ ഇങ്ങനെ പൊങ്ങി ഇസ്രാ മിറാജിന് പോകുന്ന പോലെ ഇരുന്നിട്ട് അവൻ പോവാ. ബൈക്കിലൊക്കെ പോകുന്ന രംഗമായിട്ട് കണ്ടു കഴിഞ്ഞാല് ഇവനെ കഴിഞ്ഞാരാ? അവൻ അല്ലാഹു കുറച്ച് ശക്തി കൊടുത്തു, കുറച്ച് നല്ല ആരോഗ്യം കൊടുത്തപ്പോഴാണ് ഈ ചങ്ങാതി എല്ലാം മറന്നു പോകുന്നത്. പിന്നുണ്ടാകുന്ന ആ വിഷമങ്ങളെല്ലാം മറന്നു. പിന്നീട് അല്ലാഹു നമുക്ക് നൽകുന്നത് 2 ഘട്ടങ്ങളാണ്. ആദ്യത്തെയും രണ്ടാമത്തെയും ഘട്ടം കഴിഞ്ഞ് 3ാമത്തെ ഘട്ടമാണ്. 1 അവൻ ബലഹീനനായി പോകുന്നു, 2 അവൻ അശക്തനായി വയസ്സനായി നരച്ചു പോകുന്നു. നേരത്തെ കുഞ്ഞായിരുന്നു, എല്ലാരും എടുത്തത് ഒരു ചുംബനം കൊടുക്കും, ഒരു ഉമ്മ, ഒരു സന്തോഷം. ലാസ്റ്റ് ഘട്ടം എത്തിയപ്പോഴെന്താ? 1ാമത് നരച്ച് വടി വേണം, ആരെല്ലാം പിടിച്ചുകൊണ്ട് പോകണം. 2ാമത് രോഗം പിടിപെട്ട് ലൈഫായി വീൽ ചെയറിൽ പോകണം, ആരുടെയെങ്കിലും സഹായം ഇല്ലാതെ പോകണം. ഈ മനുഷ്യൻ ആരായിരുന്നു ഒരു സമയത്ത്? ഇപ്പൊ ഏതവസ്ഥയിലെത്തി? ഇന്ന് നമ്മുടെ ആശുപത്രിയിലൊക്കെ പോയി നോക്ക്, വയസ്സരായവരൊക്കെ ബൈസ്റ്റാൻഡായിട്ട് നിൽക്കുമ്പോൾ ഒരാൾ താങ്ങാൻ, ഒരാൾ പിടിക്കാൻ, ഇതൊക്കെ നിൽക്കുന്ന എന്താ? അവന്റെ 2 കാലഘട്ടം കഴിഞ്ഞു, 2 ഘട്ടം അവന്റെ കഴിഞ്ഞു. ഒന്ന് ചെറുപ്പം, ഒന്ന് അവന്റെ ശൈശവം, പിന്നെ യൗവനം, അവന്റെ കൗമാരം, ഇതെല്ലാം കഴിഞ്ഞ് അവന് നല്ല ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് അവസാനം അവൻ മരിക്കാറായി. അവൻ അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ അവന് മറ്റുള്ളവരുടെ സഹായം വേണം. ആദ്യത്തേത് പോലെ തന്നെ ആദ്യം ഉമ്മ മാത്രം മതിയായിരുന്നു, ഇപ്പൊ ഉമ്മ മാത്രം പോരാ, ഇപ്പൊ 2 പേര് വേണം, 3 പേര് വേണം സഹായത്തിന്. ഖുർആൻ. അപ്പൊ മനുഷ്യനെന്താ? മനുഷ്യനൊന്നും അല്ല എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം അല്ലാഹു തആല ഈ ഖുർആനിലൂടെ ഈ മുസീബത്തുകളും ഈ രോഗങ്ങളും തന്നിട്ട് മനുഷ്യനെ പരീക്ഷിക്കുന്നത് എന്തിനാണ്? നീ ഒന്നുമല്ല. വമാ അൻതും ബിമുഅ്ജിസീന ഫിൽ അർദ് വമാ ലകും മിൻ ദൂനില്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ. ഭൂമിയിൽ നീ ഒന്നുമല്ല മനുഷ്യ. അമേരിക്കക്കാരൻ വാദിക്കുന്നില്ലേ, ഞങ്ങളുടെ പെന്റഗണിന്റെ കമ്പ്യൂട്ടറെ ചലിക്കാതെ, അവിടുത്തെ മൗസ് ക്ലിക്ക് ചെയ്യാതെ ലോകത്ത് ഒരു ചുക്കും നടക്കൂല എന്ന് വാദിക്കുന്നില്ലേ? അമേരിക്കയിലെ പെന്റഗൺ കെട്ടിടം പോലും തകർത്തെറിഞ്ഞുകൊണ്ട് അതാ വിമാനം പറന്നു പോയപ്പോ അമേരിക്കക്കാരൻ പോലും അറിഞ്ഞില്ല. ഞങ്ങളുടെ ബഹുനില കെട്ടിടങ്ങൾ തകർന്നു പോയത് അവര് പോലും അറിഞ്ഞില്ല.
പരിശുദ്ധ ഖുർആൻ പറയുകയാണ് ഇന്നക ലൻ തഖ്രിഖൽ അർള വലൻ തബ്ലുഗൽ ജിബാല തൂലാ 110 നില കെട്ടിടങ്ങൾ കെട്ടി 150 നില കെട്ടിടങ്ങൾ കെട്ടി 200 നില കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കി ലോകത്തിന്റെ ബുക്കിൽ ഗിന്നസ് ബുക്കിൽ പേര് കിട്ടാൻ വേണ്ടി കൊതിക്കുന്നവരെ, ജനങ്ങളുടെ കൈ വാങ്ങാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരെ, പടച്ച റബ്ബിന്റെ തീരുമാനമാണ് ഇന്നക ലൻ തബ്ലുഗൽ അർള, ഭൂമിയെ മുഴുവനും സ്വായത്തമാക്കാൻ നിന്നെ കൊണ്ട് സാധ്യമല്ല. അമ്പരചുംബികളായ കോട്ടകൊത്തളങ്ങൾ കെട്ടിപ്പൊക്കി പർവ്വത സാനുക്കളെ അതിജയിക്കാൻ നിന്നെ കൊണ്ട് സാധ്യമല്ല. വലൻ തഖ്രിഖൽ അർള, ഭൂമിയെ ഇളക്കി മറിക്കാനോ ഭൂമിയെ തകർത്തെറിയാനോ നിന്നെ കൊണ്ട് സാധ്യമല്ല. അഫ്ഗാനിസ്ഥാനിലെ പാവപ്പെട്ട മക്കളെ കൊന്നൊടുക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയെടുത്ത ഏറ്റവും വലിയ ആധുനിക യന്ത്രമായിരുന്നില്ലേ ഡെയ്സി കട്ടർ എന്ന പേരിൽ അവരുണ്ടാക്കിയെടുത്ത ആധുനിക ഉപകരണങ്ങൾ. ആ ആധുനിക ഉപകരണങ്ങൾ എവിടേക്കാണ് നിക്ഷേപിക്കുന്നതെന്നറിയുവോ? പാവപ്പെട്ട മുസ്ലിം രാഷ്ട്രങ്ങളിലേക്ക് നിക്ഷേപിക്കുമ്പോ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഇറാനിന്റെ മക്കൾ, ഇറാഖിന്റെ മക്കൾ, അഫ്ഗാനിസ്ഥാനിന്റെ മക്കളുടെ മണ്ണിലേക്ക് ഡെയ്സി കട്ടർ എന്ന പേരിൽ അതിനെ നിയോഗിക്കുമ്പോ അത് ഭൂമിയിലേക്ക് വീണ് കഴിഞ്ഞാൽ അത് നിർവീര്യമായി പോകുന്നു. പാശ്ചാത്യ ലോബികളുടെ ചിന്ത എന്താണ്? ഈ ഡെയ്സി കട്ടർ എന്ന് പറഞ്ഞാൽ ഏതൊരു ഭൂമിയിലാണോ ഇത് നിക്ഷേപിക്കുന്നത് ആ ഭൂമിയെ മുറിച്ചു മാറ്റാൻ കഴിയും, ഭൂമിയുടെ ഉള്ളിലേക്ക് കടക്കാൻ കഴിയും, ഗർത്തമുണ്ടാക്കാൻ കഴിയും, അവിടെ താമസിക്കുന്നവരെ മുഴുവനും തകർത്തെറിയാൻ കഴിയും. പക്ഷേ പടച്ച തമ്പുരാൻ പറയുകയാണ് ഇന്നക ലൻ തഖ്രിഖൽ അർള വലൻ തബ്ലുഗൽ ജിബാല തൂലാ, ഭൂമിയെ പിളർക്കാനോ അമ്പരചുംബികളായ കെട്ടിടങ്ങൾ പടുത്തുയർത്താനോ മനുഷ്യ നിന്നെ കൊണ്ട് സാധ്യമല്ല. ഭൂമി എന്റേതാണ്, ഭൂമി എന്റേതാണ്, ഞാനാണ് അതിന്റെ ഉടമസ്ഥൻ. വലില്ലാഹി മീറാസുസ് സമാവാതി വൽ അർള്, വലില്ലാഹി മീറാസുസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളുടെ പരിപൂർണമായ ഉത്തരവാദിത്തം അത് പടച്ച തമ്പുരാനല്ലാതെ മറ്റാർക്കും അവകാശമില്ല. ലക്ഷങ്ങളും കോടികളും ചെലവ് ചെയ്തുകൊണ്ട് നാം കുറെ സ്ഥലങ്ങൾ വാങ്ങിയാൽ അതിന് ടാക്സ് അടയ്ക്കണ്ടേ, അതിന് വാടക കൊടുക്കണ്ടേ? ലക്ഷങ്ങളും കോടികളും ചെലവ് ചെയ്ത് വീടുകൾ കെട്ടിയുണ്ടാക്കിയാൽ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും വർഷം തോറും ടാക്സ് കൊടുക്കേണ്ടേ? ഈ ഭൂമിയിൽ നമുക്ക് സ്വന്തമായി ഒന്നുമില്ല എന്നത് തന്നെയാണ് അതിന്റെ അർത്ഥം. അതാണ് ഖുർആൻ പറയുന്നത് വമാ അൻതും ബിമുഅ്ജിസീന ഫിൽ അർള്, ഭൂമിയിൽ നീ നിരാശനാണ്, നിന്ദ്യനാണ്, ഒന്നും ചെയ്യാൻ കഴിവില്ലാത്ത വെറും പൂജ്യമാ. ഖുർആൻ സ്വന്തമായിട്ട് ആർക്കാ വീടുള്ള 50 ലക്ഷം രൂപ വീട് കിട്ടിയ ടാക്സ് അടയ്ക്കട്ടെ, വർഷം തോറും അടയ്ക്കണ്ടേ? നമ്മൾ എനിക്ക് വാടക വീടില്ല, എനിക്ക് സ്വന്തം വീടാ. സ്വന്തം വീട്ടിലൊന്ന് കിടന്നു നോക്ക്, 2 വർഷം ടാക്സ് അടയ്ക്കാതെ. അവിടുന്ന് വരും വില്ലേജ് ഓഫീസിൽ നിന്ന്, പഞ്ചായത്ത് ഓഫീസിൽ നിന്ന്, മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വരും. പിന്നെ ഇവിടെ ആർക്കും സ്വന്തം വീടുണ്ടോ? ഉണ്ടോ? ഇല്ല, പോയി. അതിനർത്ഥം എന്താ? നമുക്കിവിടെ ആർക്കും ഒന്നും ഇല്ല എന്നർത്ഥം. നമുക്ക് ആർക്കും ഒന്നും ഇടില്ല എന്നർത്ഥം. 50 ലക്ഷത്തിന്റെ വീട് വെച്ചിട്ട് നമ്മൾ മരിച്ചാൽ ആ വീട്ടിൽ അടക്കോ? ആ വീട്ടിലടക്കോ? അടക്കോ സുഹൃത്തുക്കളെ? കാസർഗോട്ട് അങ്ങനെയാണോ സംഭവം? എന്റെ മിണ്ടാത്ത എന്തേ? അടക്കൂല. ക്രിസ്ത്യാനികളായാലും അടക്കൂല, അവരുടെ വീട്ടിൽ അടക്കൂല. പിന്നെ ഈ പാവപ്പെട്ടവരെ അടുക്കളയിൽ അടക്കം എന്ന് പറഞ്ഞാൽ ഗതിയില്ല, വേറെ സ്ഥലം ഇല്ലാത്തത് കൊണ്ട്. അലി റളിയല്ലാഹു തആല അൻഹു ബലഹീനനായ മനുഷ്യനെ നോക്കിയിട്ട് പറഞ്ഞു, ആദമിന്റെ മോനെ. മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ് യബ്ന ആദം, ആദമിന്റെ മോനെ, ഫഖീ മിസ്കീനുൻ ഇബ്ന ആദം, ആദമിന്റെ മോൻ മിസ്കീനാണ്, മിസ്കീൻ ഇബ്നു ആദം, മിസ്കീൻ. വല്ലാഹി അന്ത മിസ്കീൻ യാ അഖീ. മിസ്കീൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ലാ ദിർഹമ വലാ ദീനാർ മാഫി ഫുലൂസ്, ഒന്നുമില്ല, സംഭവം കയ്യിലൊന്നുമില്ല. സാധാരണ നമ്മൾ മിസ്കീൻ എന്ന് പറയുന്നത് അവരെയാണ്. കയ്യിലൊന്നുമില്ലാത്തവരെ കുറിച്ചാണ് മിസ്കീൻ എന്ന് പറയുന്നത്. ഉള്ളത് എന്തെങ്കിലും ഇട്ടോണം. നമ്മൾ റമളാൻ മാസത്തിൽ കിട്ടുന്ന സദഖയ്ക്ക് വലിയ കൂലിയാണ്. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല പറയുന്നു മിസ്കീൻ ഇബ്നു ആദം, ആദമിന്റെ മോനെ നീ മിസ്കീനാണ്.
50 കോടിയുടെ ഉടമസ്ഥനെ നോക്കിയിട്ട് അലി റളിയല്ലാഹു തആല പറയാ, നീ മിസ്കീനാണെന്ന്. എന്തേ കാരണം? തൂലിമുൽ ബഖാ വതഖ്തുലുഹു ശരിഖാ വതൻദിനുൽ അറഖാ. ആദമിന്റെ മകനെ നോക്കിയിട്ട് ബഹുമാനപ്പെട്ട അലിയാർ തങ്ങൾ പറയുകയാണ്, ആദമിന്റെ മോനെ നീ മിസ്കീനാണ്, നീ ഒന്നുമില്ലാത്തവനാണ്, നിനക്കൊന്നും ചെയ്യാൻ കഴിയാത്തവനാണ്. കാരണം എന്തെന്നറിയുവോ? മിസ്കീൻ ഇബ്നു ആദം തൂലിമുൽ ബഖാ, മൂട്ട നിന്നെ വേദനിപ്പിക്കുന്നു. വതഖ്തുലുഹു ശരിഖാ, സൂര്യൻ നിന്നെ കൊന്നുകളയുന്നു. വതൻദിനുൽ അറഖാ, സൂര്യന്റെ ആഘാതത്തിൽ വിയർത്തൊലിക്കുന്ന മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് നിർഗളിക്കുന്ന വിയർപ്പിന്റെ തുള്ളി നിന്നെ ദുർഗന്ധത്തിലേക്ക് കൊണ്ടുപോകുന്നില്ലേ ആദമിന്റെ മോനെ? ഒരു ദിവസം നീ കുളിച്ചില്ല എങ്കിൽ, നിന്റെ ശരീരത്തിൽ സുഗന്ധദ്രവ്യം നിങ്ങൾ പൂശിയില്ല എങ്കിൽ, നല്ല വസ്ത്രം ധരിച്ചില്ല എങ്കിൽ, പരിസരത്ത് പോയി നിൽക്കാനോ, നീ പല്ല് തേച്ചില്ല എങ്കിൽ ആരോടെങ്കിലും സംസാരിക്കാനോ നിനക്ക് കഴിയുമോ? ഒരു കൊതുക് കടിച്ചാൽ, ഒരു മൂട്ട കടിച്ചാൽ നിന്നെ കൊണ്ട് നിയന്ത്രിക്കാൻ കഴിയുമോ? മനുഷ്യ, ഈ കൊതുകിന്റെ മുന്നിൽ നീ നിന്ദ്യനല്ലേ? ഇന്ന് പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുന്ന ഡെങ്കിപ്പനി പടർത്തുന്നതാരാ? മനുഷ്യനാണോ? കൊലകൊമ്പന്മാരാണോ? കുടുംബക്കാരാണോ? അല്ല അല്ല, ആർക്കും വേണ്ടാത്ത ഒരു കൊതുകല്ലയോ, കൊതുകല്ലയോ? ആ കൊതുകിനെ തന്നെയാണ് പടച്ച തമ്പുരാൻ ഖുർആനിൽ ഉപമിച്ചത്. മക്ക മുശ്രിക്കീങ്ങൾ ചോദിച്ചു, മുഹമ്മദേ, നിന്റെ റബ്ബിന് വിവരമില്ലല്ലോ? പരിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞിട്ട് കൊതുകിനെ ആണല്ലോ ഉപമിച്ചത്. ആനയുണ്ടായിട്ട്, ഒട്ടകമുണ്ടായിട്ട്, കുതിരയുണ്ടായിട്ട് ആ ഒട്ടകത്തെയോ ആനയോ ഉപമിക്കാതെ അല്ലാഹു ഉപമിച്ചത് ഒരു കൊതുകിനെ അല്ലയോ? ഇന്നല്ലാഹ ലാ യസ്തഹീ يضرب مثلا ما بعوضا فما فوقها. ഇന്ന് ലോകത്ത് ആകമാനം ഭയപ്പെടുന്നത് കൊതുകിനെയല്ലേ, കൊതുകിനെയല്ലേ? 50 ലക്ഷത്തിന്റെ വീട് കെട്ടിപ്പൊക്കിയിട്ട് ഇന്റീരിയൽ വർക്കെല്ലാം ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് ചെലവ് ചെയ്തിട്ട് കേവലം 80 രൂപയുടെ 100 രൂപയുടെ കൊതുകു വല വാങ്ങി അവന്റെ കട്ടിലിൽ പൊതിയുന്നില്ലേ മനുഷ്യൻ? 50 ലക്ഷത്തിന്റെ 60 ലക്ഷത്തിന്റെ വീട് വെക്കും. എന്നിട്ട് എന്താ ചെയ്യുക? അവസാനം കൊതുകുവല എത്ര റുപ്യ? 100 റുപ്യ അല്ലെങ്കിൽ 80 റുപ്യ, 100 റുപ്യ 80 റുപ്യ കൊതുകുവല. ആ കൊതുകുവല കൊണ്ടുവന്ന് കട്ടിലിന് ചുറ്റും ഇങ്ങനെ ഇരിക്കും. എന്തിന്? ഉറങ്ങാൻ. സ്വസ്ഥമായിട്ട് ഇറങ്ങാൻ വേണ്ടി 80 റുപ്യ 50 ലക്ഷത്തിന്റെ ഉടമസ്ഥൻ പോലും കൊതുകിനെ പിടിക്കുന്നു. ഇല്ലെങ്കിൽ മറ്റേ സുനാപ്പി കൊണ്ടുവച്ച് ഫിറ്റ് ചെയ്യുന്നു. എന്താ എന്റെ പേര്? ഗുഡ് നൈറ്റോ, ഗുഡ് മോർണിംഗോ, ഗുഡ് ഈവനിങ്ങോ കൊണ്ട് ഫിറ്റ് ചെയ്യുന്നു. കൊതുവല്ല ചാവുന്നത്, നമ്മളാ ചാവുന്നത്. അപ്പൊ റാഹത്താട്ട് കൊതുവിന്റെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങിയിട്ട് ആ കമ്പനിക്കാരാ മരുന്നിറക്കിയത്. അതുകൊണ്ട് റാഹത്താട്ട് അതുകൊണ്ട് കുത്തുമ്പോൾ നമ്മൾ നല്ല മയങ്ങി കിടന്നു കൊടുക്കും. സ്വസ്ഥമായി അത് വന്നിരുന്ന് കുടിച്ച് രക്തം എടുത്തുകൊണ്ട് അതങ്ങ് പൊയ്ക്കോളും. മറ്റേ ഉണർന്നു കിടന്നാൽ ഒരൊറ്റ അടി അടിക്കൂലേ? അപ്പൊ അതുകൊണ്ട് നമ്മളാണ് മയങ്ങിപ്പോണത്, കൊതുക് മയങ്ങൂല. അത് വിവരമില്ല ആളുകൾക്ക്, മനസ്സിലാകാത്തതുകൊണ്ടാ. കൊതുവിനെ കുറിച്ച് നബി തങ്ങൾ പോലും പറഞ്ഞു, ഇന്നൽ ബഊലത തഹ്യാ മാ ജാഅത്. ഹബീബാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, കൊതുക് അത് വിശക്കുന്ന സമയത്താണ് അത് ജീവിക്കുന്നത്. അത് വയറ് നിറഞ്ഞു പോയാൽ അത് ചത്തുപോകും. അതുകൊണ്ട് വിശപ്പ് സഹിക്കുമ്പോ ആ കൊതുക് ജീവിക്കുന്നു. ശരിയല്ലേ? നമ്മുടെ ശരീരത്തുകാരിൽ കൊത്തിയിട്ട് നല്ല കുത്തി നല്ല വലിച്ചെടുത്ത് സിറിഞ്ച് വെച്ച് വലിച്ച് വയറ് നിറച്ചു കഴിഞ്ഞാൽ കൈ അനക്കിയാലൊന്നും അനങ്ങൂല. സാധനം ഒരൊറ്റ അടി അടിക്കുമ്പോ രക്തം ഇങ്ങനെ ഒലിക്കും. അതല്ലാത്തത് ഇങ്ങനെ ഒന്ന് പിടിച്ചു നോക്കിയാൽ കിട്ടൂല. ഒരൊറ്റ പാച്ചിലാണ് പായ, ഒരൊറ്റ പാച്ചിലാണ് പായ അല്ലേ? കാരണം എന്താ? അത് വിശന്ന് കിടക്കുന്ന കാലത്തോളം അതിന് ദീർഘായുസ് കിട്ടും. അതുകൊണ്ടാണ് നോമ്പും. ഡോക്ടർ പറയുന്നത് എന്താ? കൂടുതൽ തിന്നാല്
ബീഫ് ബർവലും പത്തലും കൂടുതൽ തിന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ICUവിൽ പോകേണ്ടി വരും. അത് ഒഴിവാക്കാവുന്നുണ്ടെങ്കിൽ കുറച്ച് ആളും കൂടെ റാഹത്തായിട്ട് ജീവിക്കാം. നല്ല പെട്ടെന്ന് കയറിയിട്ട് അകത്ത് പിടിക്കും എൻ്റെ ഈ കട്ട കൊളസ്ട്രോൾ എന്ന് പറഞ്ഞ സാധനം. അതിനുള്ള പട്ടിണി, നിരാഹാര ചികിത്സ, ആയുസ് വർദ്ധിക്കും. സൂമു തസിഹു നബിയുനാ റസൂലുള്ളാഹി. നോമ്പ് പിടിക്കും ആരോഗ്യവാനാകുവിൻ. അപ്പോ ഈ കൊതുക് എന്ന് പറയുന്നത് ലോകം മൊത്തം വ്യാപിപ്പിക്കുന്നു, പനി പടർത്തുന്നു അല്ലെ? ഈ കൊതുക് കേവലം ഒരു ചെറിയൊരു കൊതുകാണ്. ഇന്നിപ്പോ ഡെങ്കിപ്പനി എന്ന് പറഞ്ഞ സാധനം പടർത്തുന്നത് ആരാ? കൊതുക്. അപ്പൊ ഈ കൊതുകിനെ ശുദ്ധിയാക്കാൻ വേണ്ടി ഇസ്ലാം പഠിപ്പിക്കുന്നു. പരിസര ശുദ്ധിയാക്കാൻ ഇസ്ലാം പഠിപ്പിക്കുന്നു. പഞ്ചായത്ത് ഓഫീസോ മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും ഒന്നും അല്ല ഇപ്പൊ പഠിപ്പിച്ചത്. അവർക്ക് ഇപ്പൊ ഡെങ്കിപ്പനി വന്നത് കൊണ്ടാണല്ലോ എല്ലാവരും പരിസരങ്ങളൊക്കെ വൃത്തിയാക്കണം, ശുദ്ധിയാക്കണം, ഇല്ലെങ്കിൽ പെനാൽറ്റിയാണ്, നിങ്ങൾക്ക് പെറ്റിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തുറന്നിരിക്കുന്ന പാത്രത്തിൽ വെള്ളം കെട്ടി നിർത്താൻ പാടില്ല. ഇളനീര് കഴിച്ചിട്ട് പൊണ്ടം കഴിച്ചിട്ട് അതിന്റെ തൊണ്ടിങ്ങനെ മലർത്തി വെക്കാൻ പാടില്ല. വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വന്നിട്ട് കൊതുക് കയറും. അതുകൊണ്ട് അതെല്ലാം കമിഴ്ത്തി വിടണം, പ്ലാസ്റ്റിക് എല്ലാം മാറ്റിക്കളയണം, അവിടെ പരിസരമൊക്കെ വൃത്തിയാക്കണം. ഇതൊക്കെ പഞ്ചായത്തല്ല പഠിപ്പിച്ചത്, ലോകത്തിന്റെ മഹാനായ പുത്രൻ നബിയുനാ റസൂലുള്ളാഹി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്നല്ലാഹ നളീഫുൻ യുഹിബ്ബുൻ നളാഫാ ഫനളിഫൂ അഫ്നിയതകും. അല്ലാഹു വൃത്തിയുള്ളവനാണ്, അവൻ ശുദ്ധിയുള്ളവനാ, അവൻ വൃത്തിയെ ഇഷ്ടപ്പെടുന്നു, അവൻ ശുചിത്വത്തെ ഇഷ്ടപ്പെടുന്നു. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഫനളിഫൂ അഫ്നിയതകും. നിങ്ങളുടെ മുറ്റവും മിറ്റവും പരിസരവും വീടും പരിസരവും നിങ്ങൾ വൃത്തിയാക്കണേ. ആരാ പഠിപ്പിച്ചത്? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും പറയുകയാണ്, ഇത്തഖുൽ ആനാൻ. രണ്ട് ശാപത്തിന്റെ സ്ഥലങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണേ. ഖാലൂ, സഹാബത്ത് ചോദിക്കുകയാണ്, വമൽ ആനാൻ യാ റസൂലല്ലാഹ്. ഏതാണ് ആ ശാപത്തിന്റെ സ്ഥലം നബിയേ, അറിയിച്ചു തരുമോ ഹബീബേ എന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് ചോദിക്കുമ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലദീ യതഖല്ലാ ഫീ തരീഖിൻ നാസി ഔ ഫീ ളില്ലിഹിം. ജനങ്ങൾ സഞ്ചരിക്കുന്ന വഴിയോരങ്ങളിൽ മാലിന്യങ്ങൾ കൊണ്ട് തള്ളരുതേ. ജനങ്ങൾ സഞ്ചരിക്കുന്ന വഴിയോരങ്ങളിൽ കാഷ്ടിക്കല്ലേ, മൂത്രിക്കല്ലേ. ജനങ്ങൾ വിശ്രമിക്കുന്ന തണൽ മരത്തിന്റെ ചുവട്ടിലോ വെയിറ്റിംഗ് ഷെഡിലോ കോർപ്പറേഷന്റെ പരിസരത്തോ ബസ് സ്റ്റാൻഡിന്റെ പരിസരത്തോ ജനങ്ങൾ വിശ്രമിക്കുന്ന സ്ഥലങ്ങളിലോ കാഷ്ടിക്കരുത്, മൂത്രിക്കരുത്. നിങ്ങൾ അവിടെ മാലിന്യമുണ്ടാക്കരുത്. ഈ രണ്ട് സ്ഥലങ്ങൾ നിങ്ങളെ ശപിക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ആര് പഠിപ്പിച്ച? കോർപ്പറേഷൻകാർ പഠിപ്പിച്ച? മുനിസിപ്പാലിറ്റിക്കാർ പഠിപ്പിച്ചതാ? കോഴി അറത്തിട്ട് കോഴിയുടെ അവശിഷ്ടങ്ങള് ആട്ടോറിക്ഷയിൽ കൊണ്ട് റോഡിന്റെ സൈഡിൽ തള്ളിയിട്ട് പോകുന്നവരെ, ബിസ്മി ഹലാൽ ചിക്കൻ, സലാമത്ത് ഹലാൽ ചിക്കൻ, മക്ക ഹലാൽ ചിക്കൻ, മദീന ഹലാൽ ചിക്കൻ എന്ന് പറഞ്ഞിട്ട് അവശിഷ്ടങ്ങൾ കൊണ്ടുപോയി തള്ളുന്നവരെ, ഫഅലൈഹി ലഅനത്തുല്ലാഹ് വൽ മലായികതി വന്നാസി അജ്മഈൻ. മാലിന്യങ്ങൾ പടർത്തുന്നവർ, മാലിന്യങ്ങൾ വലിച്ചുകൂട്ടുന്നവർ, പരിസരങ്ങൾ വൃത്തിയാക്കാത്തവരുടെ മേൽ അല്ലാഹുവിന്റെ ശാപമാണ്, മാലാഖമാരുടെ ശാപമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആര് പഠിപ്പിച്ച? ഇന്ന് രോഗം പടരാനുള്ള കാരണം മാലിന്യം. അതുകൊണ്ട് നബി തങ്ങൾ അന്നേ പറഞ്ഞു നമ്മൾ വൃത്തിയാക്കണം, പരിസരമൊക്കെ വൃത്തിയാക്കണം. ജനങ്ങൾ വിശ്രമിക്കുന്ന നടക്കുന്ന സ്ഥലങ്ങളിലൊന്നും പോരുന്നതിന് പാത്താൻ നിൽക്കരുത്, മൂത്രമൊഴിക്കാൻ നിൽക്കരുത്, കാഷ്ടിക്കാൻ നിൽക്കരുത്, കാർക്കിച്ച് തുപ്പരുത്. റോഡിൽ ആരെങ്കിലും കാർക്കിച്ച്, ഇപ്പൊ റമളാൻ മാസം അല്ലേ, ഇഷ്ടം പോലെ കൊട്ടക്കണക്കിന് കിട്ടും. എവിടെയെങ്കിലുമൊക്കെ ബസ് ഇരുന്നുണ്ടോ എന്നും പറഞ്ഞ് താഴോട്ട് ആരുടെയെങ്കിലും മണ്ടലോട്ട് തലയിട്ട് വീണ് കഴിഞ്ഞാൽ അവൻ കുളിക്കാൻ അത് മതി.
മനുഷ്യന്മാർ ഇതെല്ലാം ഇങ്ങനെ പിടിച്ചു വെച്ച് ഈ നമ്മുടെ ശരീരത്തിന് ഒരു ആരോഗ്യത്തിനാണ് ഈ ഉമിനീര് തുപ്പല് അതെല്ലാം കൂടെ ഇങ്ങനെ പിടിച്ചു വെച്ച് നമ്മൾ എന്തിനപ്പോ ഈ തുപ്പാൻ പോടുന്നത് അതിങ്ങനെ വിഴുങ്ങാൻ അള്ളാഹു നമുക്ക് തന്നെ ഇനിയിപ്പോ എല്ലാം കൂടെ ഒരു 1/2 ലിറ്റർ ആക്കിയിട്ട് ഒരൊറ്റ വിഴുങ്ങ അങ്ങനല്ല ഇതിന്റെ അർത്ഥം നമുക്ക് കിട്ടുന്നത് ഊർന്ന് വരുന്നത് നമ്മളതങ്ങോട്ട് വിഴുങ്ങലല്ല അത് നമ്മുടെ ശരീരത്തിന്റെ ആവശ്യത്തിന് അള്ളാഹ് തന്നിരിക്കുകയാണ് അത് മൊത്തം ഇങ്ങനെ തുപ്പി കളഞ്ഞ കാരണം നാട്ടുകാരെ മുഴുവൻ ഇടങ്ങാറാക്കാൻ മറ്റുള്ളവർ പറയില്ലേ നോമ്പും വന്ന് ഇനി പരിസരമൊക്കെ വൃത്തികേടായി ആകെ ഇടങ്ങാറ് പള്ളിയിൽ കിടക്കുന്ന ചെരുപ്പിൽ പള്ളിക്കകത്തുനിന്ന് ഇങ്ങനെ തുപ്പുക നല്ല റാഹത്തായിട്ടിട്ട് പോയ ചെരുപ്പ് അവസാനം ഇയാൾ വന്ന് ചെരുപ്പിടുമ്പോൾ മാർബിളി തെന്നിയതുപോലെ ക്ലൂന്നും പറഞ്ഞ് തെന്നി അങ്ങോട്ട് പോകും കാരണം എന്താ നല്ല സാധനം അതിനകത്ത് കിടക്കാൻ കഷ്ടം മനുഷ്യന്മാർ എന്തിനപ്പം ഇങ്ങനെ തുപ്പുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ ആരെങ്കിലും തുപ്പിയാലോ മൂക്ക് ചീറ്റിയാലോ അത് മണ്ണിട്ട് മൂടി സൈഡിൽ മാറ്റണം അതിലൂടെ ആളുകൾ നടന്നു പോയാൽ അതിലൂടെ ആ ആളുകൾക്ക് അവനടായത് ചെയ്തു വെച്ച് അള്ളാന്റെ ശാപം നമുക്ക് കിട്ടും പടച്ചവൻ കാത്തിരക്ഷിക്കട്ടെ സൂക്ഷിക്കണം പരിശുദ്ധ പ്രവാചകൻ പഠിപ്പിച്ചേരിയ എത്ര നല്ല മഹത്തായ വഴി അപ്പൊ ഞാൻ പറഞ്ഞു വന്ന അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ വാക്ക് അപ്പൊ എങ്ങോട്ട് പോയാ അത് ശുചിത്വം നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട തന്നെ ഈ രോഗത്തിന് പരിഹാരം എന്താണ് വൃത്തിയാണ് ഈ വൃത്തി എന്ന് പറയുമ്പോൾ പരിസരം മാത്രം വൃത്തിയാക്കിയാ പോരാ ശാരീരികമായ വൃത്തി കൂടെ നമുക്ക് വേണേ എല്ലാവരും ദാടി പഠിച്ച് വൃത്തിയാക്കി ശുദ്ധിയാക്കും കക്ഷത്തിന്റെ മുടിയെടുക്കൂല നുകം മുറിക്കൂല അവന്റെ ഗുഹ്യഭാഗത്തെ മുടി അവൻ നീക്കം ചെയ്യൂല അതിങ്ങനെ ഈ പറയുന്ന പോലെ പുതിയ ബസ് സ്റ്റാൻഡിൽ കാട് പിടിച്ച് കയറി കിടക്കുന്ന പോലെ ഒരുമാതിരി ഇങ്ങനെ കാട് പിടിച്ചടക്കാം അത് മനുഷ്യന്മാർ ശ്രദ്ധിക്കാത്ത എന്തേ 40 ദിവസത്തിനുള്ളിൽ അത് വൃത്തിയാക്കാത്തവന്റെ നിസ്കാരത്തിന് കമാലിയത്ത് ഉണ്ടാവൂല പൂർത്തീകരണം ഉണ്ടാവൂല 40 days 40 ദിവസമാണ് ടൈം അള്ളാഹുവിന്റെ റസൂൽ തന്നിരിക്കുന്നത് അപ്പൊ ആ 40 ദിവസത്തിനുള്ളിൽ ഇതാകുമ്പോ ബാത്റൂമിൽ കൊണ്ടുവച്ചിരിക്കുക ഒരു കണ്ണാടിയും വെച്ചിട്ടുണ്ട് 2-3 ബ്ലേഡും വെച്ചിട്ടുണ്ട് ഇങ്ങനെ തോണ്ടി ഇരിക്കലല്ലേ അത് പ്രശ്നമില്ല തോണ്ടുമ്പോ ഇവിടെ ഉണ്ട് ഒരു കൊട്ട ഇവിടെ ഉണ്ട് ഇങ്ങനെ അത് ആരും എന്തേ തോണ്ടാത്ത ആ കൈ ഇങ്ങോട്ടൊന്നും വെച്ചൂടെ അതെന്തേ ഇതായിട്ട് ഇങ്ങനെ പോലെ നഖം വെട്ടൂല അതിനകത്ത് അഴുക്കിരിക്കുന്നു ഇതൊക്കെ ഞങ്ങൾ കുത്തിക്കളയാൻ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ വെട്ടണം ഇതൊക്കെ 10 ഫിത്രത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഫിത്രത്തിലുള്ളതാണ് ഇനി അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നില്ല സമയമില്ല എല്ലാം കൂടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയറി വരികയാണ് അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഗുഹ്യ ഭാഗത്തെ രോമങ്ങൾ നമ്മൾ നീക്കം ചെയ്യണം 40 ദിവസത്തിനുള്ളിൽ അതെല്ലാം നീക്കം ചെയ്ത് ക്ലിയർ ആക്കിയെങ്കിൽ മാത്രമേ ആ നമസ്കാരത്തിന്റെ പൂർത്തീകരണം ഉണ്ടാവുള്ളൂ അതൊക്കെ ശാരീരിക ശുദ്ധിയാണ് പല്ല് തേക്കുന്ന സംസ്കാരം ആരാണ് പഠിപ്പിച്ചത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ഇദാ ഖുംത ബില്ലൈലി ഫസ്തക് രാത്രി നീ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റാൽ പല്ല് തേക്കണേ എന്ന് പഠിപ്പിച്ച സംസ്കാരം നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സംസ്കാരമാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ സംസ്കാരമാണ് പല്ല് തേക്കാൻ പഠിപ്പിച്ച സംസ്കാരം പല്ല് തേക്കാതെ ഗൾഫിലൊക്കെ ഉണ്ട് പല്ല് തേക്കൂല അൽക്കെന്ന് പറഞ്ഞ സാധനം ചുയിങ്കം വാരിട്ടിട്ട് ഇങ്ങനെ രാവിലെ ഓഫീസിൽ പോകുന്ന പല്ല് തേക്കാൻ വലിയ മടിയാണ് ഇങ്ങനെ അത് തെറ്റാ ആളുകളുടെ മുന്നിൽ വെച്ചിട്ട് പല്ല് കുത്തുക ഹോട്ടലിലൊക്കെ പോയി തിന്നിട്ട് ബില്ലും വെച്ചാണ് ഇയാളെ കുത്തിക്കൊണ്ടിരിക്കുക വൃത്തികെട്ടോ മനുഷ്യന്മാർ ബസ്സിൽ കയറുമ്പോ കുത്തിക്കൊണ്ടിരിക്കുക ഇതെന്താ ഇത് വൃത്തികേടാണ് നിങ്ങൾ കാണിക്കുന്നത് ആളുകളുടെ മുന്നിലല്ല അതിനൊക്കെ ഒരു സമയമുണ്ട് ആ സമയത്ത് പല്ല് കുത്തിക്കളണം അഴുക്കുകൾ കുത്തിക്കളണം അതിനെ വിധങ്ങൾ പറഞ്ഞു പല്ലുകളുടെ ഇടയിലുള്ള അഴുക്കുകൾ നിങ്ങൾ കുത്തിക്കളഞ്ഞ് ശുദ്ധിയാക്കണേ നബിയുനാ റസൂലുള്ളാഹി പക്ഷെ അത് നാട്ടുകാരുടെ മുന്നിൽ കൊണ്ട് കുത്തലല്ല വേണ്ടത് ചില ആളുടെ ഹോട്ടലിൽ കയറിയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് കൈയടുവാ നാട്ടുകാരിരുന്ന് ഭക്ഷണം കഴിക്കുന്നില്ലേ മനുഷ്യ നിനക്ക് ഊരവില്ലേ നീ കഴിച്ചിട്ട് സംസ്കാരമില്ലേ സംസ്കാരം പഠിപ്പിക്കുന്ന മതം ഇസ്ലാം ബാക്കിയുള്ളവരൊക്കെ ഭക്ഷണം കഴിക്കുമ്പോ നീ തൊള്ള തുറന്നിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റൂല നമ്മളത് ശ്രദ്ധിക്കണം സൂക്ഷിക്കണം ചില ഹോട്ടലിൽ എഴുതി വെച്ചിട്ടുണ്ട് ശബ്ദം വിട്ടുകൊണ്ട് നിങ്ങളുടെ തൊള്ളയിൽ കൈയിട്ട് പല്ല് വായി കഴുകരുത് നിങ്ങൾ കാർക്കിച്ച് തുപ്പരുത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് വാഷ് ബേസിന്റെ അടുത്ത് അതേപോലെ ചില പള്ളികളുടെ ഹൗദിൽ വന്നിട്ട് ഇങ്ങനെ എന്നിട്ട് അതിനകത്ത് കൈയിട്ട് കഴുകുക ഒതുകൊടുക്കുന്നിടത്ത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് തൊള്ളയിൽ വായിൽ കൈയിട്ടിട്ട് ഹൗദിൽ കൈയിട്ട് കഴുകാൻ പാടില്ല
ബഹുമാനമുള്ള സഹോദരൻ, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണേ. ഇതൊക്കെ ഇസ്ലാം പഠിപ്പിച്ചിരുന്ന ശുദ്ധിയാണ്, സംസ്കാരമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. പല്ല് തേക്കാൻ നബിയുനാ റസൂൽ നമ്മൾ പഠിപ്പിച്ചു. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ എപ്പോൾ രാത്രി എഴുന്നേറ്റാലും മിസ്വാക്ക് ചെയ്യുമായിരുന്നു. ആയിഷ റളിയല്ലാഹു തആല അൻഹ. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതതഹിരീൻ, ശുദ്ധിയുള്ളവരെ, വൃത്തിയുള്ളവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. ഇത് പരിശുദ്ധ ഖുർആൻ പറയുമ്പോ ദിനേന 5 പ്രാവശ്യം ശാരീരികമായ ശുദ്ധി വരുത്താൻ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് പോലെ തന്നെയാണ്. രാത്രി ശാരീരികമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കുളിക്കാതെ കിടക്കല്ലേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ലാ തദ്ഖുലുൽ മലായിക ബൈതൻ ഫീഹാ ജുനുബുൻ വലാ കൽബുൻ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരു വീട്ടിൽ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ പ്രവേശിക്കുകയില്ല. ആ വീട്ടിൽ വലിയ ശുദ്ധിക്കാരനും കുരയ്ക്കുന്ന കടിക്കുന്ന നായയുമുള്ള കാലത്തോളം ആ വീട്ടിൽ റഹ്മത്തിന്റെ മലക്കുകൾ പ്രവേശിക്കൂല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. മനസ്സിലായോ? രാത്രി പരിപാടി കഴിഞ്ഞിട്ട് കുളിച്ചിട്ട് കിടക്കണം, അല്ലെങ്കിൽ ഒതുവെങ്കിലും എടുത്തിട്ട് കിടക്കണം. അതാണ്. അല്ലെങ്കിൽ ആ വീട്ടിൽ എന്തുണ്ടാവൂല? മലക്ക്, റഹ്മത്തിന്റെ മലക്ക് വരൂല. പട്ടി നായയെ വളർത്തുന്ന വീട്ടിലും ആ നായ കുരയ്ക്കുന്ന ആ നായുള്ള വീട്ടിലും ആരും വരൂല. മലക്കുകൾ ഇറങ്ങൂല. രക്ഷപ്പെട്ട്. മലക്കുൽ മൗത്ത് അസ്രായിൽ വരൂലല്ലോ, ഒരു പട്ടിയെ വളർത്തിയേക്കാം. മലക്കുൽ മൗത്ത് അസ്രായിൽ എന്തായാലും വരൂല. ഇങ്ങനെ ഒരു മസല കിട്ടിയത് വലിയ ഹൈറായി. അത് മോൻ കളി വേറെ, ആള് കളി വേറെ, അത് വേറെ സാധനം. നീ പട്ടിയല്ല പന്നിയായിരുന്നാലും നീ ഏത് ഭാഗത്തിരുന്നാലേ എന്നെ പിടിച്ച് അപ്പോഴെ കൊണ്ടാനുള്ള കഴിവ് അത് അള്ളാഹ് വേറെ കൊടുത്തിട്ടുണ്ട്. ആ പണി അവിടെ നടക്കൂല. അതുകൊണ്ട് നമ്മളിത് ശ്രദ്ധിക്കരുത്. ഇപ്പൊ നമുക്ക് എത്ര ശുദ്ധി ഇസ്ലാം പഠിപ്പിച്ചു തരും ആലോചിച്ച് നോക്കി. അപ്പൊ മനുഷ്യൻ ആരാണ്? അശക്തനാണ്. ഒരു കൊതുവ് കടിക്കുമ്പോ, ഒരു മൂട്ട കടിക്കുമ്പോ അതിനെ നിയന്ത്രിക്കാൻ മനുഷ്യനെ കൊണ്ട് കഴിയില്ല. അപ്പൊ അവനാരാ? മിസ്കീൻ. തൂലിമുൽ ബഖാ വതഖ്തുലുഹു ശരിഖാ. സൂര്യന്റെ ചൂടിൽ മനുഷ്യൻ വേർത്ത് ബനിയൻ മാറ്റിയില്ലെങ്കിൽ, ഡ്രസ്സ് മാറ്റിയില്ലെങ്കിൽ, 2 ദിവസം കുളിച്ചില്ലെങ്കിൽ കശത്തുനിന്ന് അവിടുന്ന് വരുന്ന നാറ്റം, എന്താ സ്മെല്ല്! എത്ര വലിയ സുന്ദരി എന്ന് പറഞ്ഞാലും ഈ സാധനം അങ്ങോട്ട് അടിച്ചു വീശിയാലും എന്റെ പൊന്നെ മിസ്രിലെ പെണ്ണാന്ന് പറഞ്ഞാൽ ദേവി ചെയ്ത് തൊള്ളുറക്കല്ലേ. അള്ളാഹുവാണ് സത്യം, ഞാൻ എത്ര വേണേലും പൈസ കിട്ടാൻ കാണിക്കുകയും ചെയ്യും. ഈ തൊള്ളുറക്കല്ലേ എന്ന് പറയും. സൂര്യന്റെ ചൂട് കൊണ്ട് മനുഷ്യൻ ശരീരം വിയർത്തു പോയാൽ അവൻ ആരായി മാറും? മിസ്കീൻ. അത് നിയന്ത്രിക്കാൻ മനുഷ്യനെ കൊണ്ട് കഴിയുന്നില്ല. അപ്പൊ ഇവൻ ആരാണ്? മനുഷ്യൻ അശക്തനല്ലേ. അതുകൊണ്ട് തന്നെയാണ് പടച്ച തമ്പുരാൻ ഈ പരീക്ഷണങ്ങൾ നൽകിയിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആഗ്രഹിക്കുന്നത് മനുഷ്യന് ഈ ലോകത്ത് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. ഒന്നും ചെയ്യാൻ കഴിയില്ല മനുഷ്യൻ. അതാണ് 2ാമത്തെ പാഠം. പെട്ടെന്ന് പോട്ടെ. മൂന്നാമത്തെ പാഠം ഈ മുസീബത്തുകളും മാറാവ്യാധികളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും വരുമ്പോ മനുഷ്യ നീ ക്ഷമിച്ചാൽ അല്ലാഹു നിനക്ക് പ്രതിഫലം ഉയർത്തി തരുന്നതിന് വേണ്ടിയത്രേ. നല്ല കൂലി അല്ലാഹു നിനക്ക് തരാനാണ് ഇതൊക്കെ അല്ലാഹു നിനക്ക് ഇങ്ങോട്ടിട്ട് തരുന്നത്. ഇന്നമാ യുവഫ സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. ക്ഷമ അവലംബിക്കുന്നവർക്ക് വണ്ണമായ പ്രതിഫലമാണ്, എണ്ണമറ്റ പ്രതിഫലമാണ്. വസ്സബറു സവാബുഹു അൽ ജന്ന. ക്ഷമയുടെ ഫലം സ്വർഗമാണ്. റമളാൻ ഷഹ്റു സബർ. ക്ഷമയുടെ മാസമാണ്. ആ റമളാനിന്റെ മാസത്തിൽ ആരൊരാൾ ക്ഷമിക്കുന്നുവോ അല്ലാഹു അവർക്ക് നൽകുന്ന ഫലം സ്വർഗമാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സബർ ചെയ്തവർക്ക്, ക്ഷമിച്ചവർക്ക്, ക്ഷമ അവലംബിച്ചവർക്ക് പടച്ച തമ്പുരാൻ ഖുർആനിലൂടെ നമ്മെ അറിയിക്കുന്ന ഓരോ ആരാമങ്ങൾ ഏതൊക്കെയാണ്? വജസാഹും ബിമാ സബറൂ ജന്നതൻ വഹരീറാ.
മുത്തഖീന ഫീഹാ അലൽ അറായിക് ലാ യറൗന ഫീഹാ ശംസൻ വലാ സംഹരീറാ. ആരൊരാള് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും വരുമ്പോ, മാരകമായ രോഗങ്ങൾ വരുമ്പോ, മാനഹാനി വരുമ്പോ, ശാരീരികമായി ക്ഷീണിതനാകുമ്പോ, മാനസികമായി നഷ്ടമനുഭവപ്പെടുമ്പോ, സാമ്പത്തികമായി തകർന്നു പോകുമ്പോ, സർവവും റബ്ബിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ക്ഷമിച്ചാൽ ജസാഹും ബിമാ സബറു ജന്നതൻ വഹരീറാ, സ്വർഗ്ഗവും അതിലെ പട്ടുടയാടകളും അല്ലാഹു അവർക്ക് നൽകുമെന്ന് ഖുർആൻ. മുത്തഖീന ഫീഹാ ആട്ടുകട്ടിലുകളിലും ഊഞ്ഞാലിലും അവരവിടെ ഇരുന്നു കൊണ്ട് വിശ്രമിക്കുമത്രേ. ലാ യറൗന ഫീഹാ ശംസൻ വലാ സംഹരീറാ, അവിടെ ഭയങ്കരമായ ചൂടോ കൊടും തണുപ്പോ ഉണ്ടാവുകയില്ല. മാന്യമായ മിതമായ നിലയിലുള്ള കാലാവസ്ഥയിലൂടെ അവർ സ്വർഗത്തിന്റെ അനുഭൂതികൾ ആസ്വദിച്ചുകൊണ്ട് കഴിയുമെന്ന് ഖുർആൻ പറയുമ്പോ ആർക്കാണത്? ക്ഷമ അവലംബിക്കുന്നവർക്ക് മാത്രമാണ്. നിങ്ങൾക്ക് ഏർപ്പെടുന്ന മാനഹാനിക്കും മാനനഷ്ടത്തിനും കുടുംബ പ്രശ്നത്തിനും മാരകമായ രോഗങ്ങൾക്കും പരിഹാരമാണ് ക്ഷമയാണ്. ക്ഷമയാണ്. ആ ക്ഷമയിലൂടെ അല്ലാഹു നിങ്ങൾക്ക് നൽകുന്നത് ഉന്നതമായ കൂലിയാ. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മാ യുസീബുൽ മുസ്ലിമ മിൻ നസബിൻ വലാ വസബിൻ വലാ ഹമ്മിൻ വലാ ഗമ്മിൻ വലാ അദാ ഹത്ത الشوكة يشاكها إلا كفر الله بها خطايا كما قال رسول الله صلى الله عليه وسلم. അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്, ഈ ഭൂമിയിലുള്ള ഒരു മനുഷ്യന്, ഒരു മുസ്ലിമായ സഹോദരനോ ഒരു സഹോദരിക്കോ ഒരു ബുദ്ധിമുട്ടോ ഒരു പ്രയാസമോ ഒരു വിഷമമോ ഒരു ദുഃഖമോ ഒരു രോദനമോ കടമോ രോഗമോ, മറ്റൊരു റിവായത്തിൽ വലാ സഖമിൻ വലാ അലമിൻ, മാരകമായ രോഗങ്ങളോ വിട്ടുമാറാത്ത വേദനയോ ഏതെങ്കിലും ഒരു സത്യവിശ്വാസിക്കോ സത്യവിശ്വാസിനിക്കോ നേരിട്ടാൽ എത്രത്തോളം എന്ന് വെച്ചാൽ ഹത്ത ശൗകതി യുശാഖുഹാ, അവൻ റോഡിലൂടെ നടക്കുമ്പോ, അവൻ പാടത്തിലൂടെ നടക്കുമ്പോ, അവന്റെ പുരയിടത്തിലൂടെ അവന്റെ സ്ഥലത്തുകൂടി അവൻ നടക്കുമ്പോ അവന്റെ കാലിൽ ഒരു ചെറിയ മുള്ള് തറച്ചാൽ പോലും ഇല്ലാ കഫറല്ലാഹു ബിഹാ ഖതായാ, അതുകൊണ്ട് ആ വേദന കൊണ്ട് അല്ലാഹു അവന്റെ പാപം മാപ്പാക്കി കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. വീണ്ടും അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്, ലാ യസാലുൽ ബലാഉ ബിൽ മുഅ്മിനി വൽ മുഅ്മിനതി ഫീ മാലിഹി വനഫ്സിഹി വവലദിഹി ഹത്താ യൽഖ അല്ലാഹ തആല വമാ അലൈഹി ഖതിയാ. ദുഃഖം അനുഭവിക്കുന്ന ചെറുപ്പക്കാരാ, പ്രവാസ ജീവിതം അനുഭവിക്കുന്ന പ്രവാസികളെ, നിങ്ങൾ ഏർപ്പെടുന്ന കഷ്ടമുണ്ടല്ലോ, നിങ്ങൾ അനുഭവിക്കുന്ന ദുഃഖമുണ്ടല്ലോ, നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസമുണ്ടല്ലോ, ഒരു വീട് വെക്കാൻ വേണ്ടി വർഷങ്ങളായി മരുഭൂമിയുടെ മടിത്തട്ടിൽ കിടന്ന് ചോര നീരാക്കി കഷ്ടപ്പെടുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ, തന്റെ ഉമ്മയെ കാണാൻ കൊതിക്കുന്ന പ്രവാസിയുണ്ടല്ലോ, തന്റെ പൊന്നുമോളെ കാണാൻ കൊതിക്കുന്ന പ്രവാസിയുണ്ടല്ലോ, ഒരു ടിക്കറ്റ് എടുക്കാൻ പോലും ഗതിയില്ലാതെ മരുഭൂമിയുടെ മടിത്തട്ടിലൂടെ എരിപൊരി കൊള്ളുന്ന വെയിലിൽ കഷ്ടപ്പെടുമ്പോ അവന്റെ ഓരോ ശ്വാസവും നിശ്വാസവും അല്ലാ എന്റെ കടമൊന്ന് വീട്ടിത്തരേണമേ പടച്ചവനെ, എനിക്കൊരു വീട് നൽകണേ അല്ലാ, എന്റെ മകളെ കല്യാണ പ്രായമെത്തി അവളെ വിവാഹം കഴിക്കാനുള്ള സൗകര്യം നൽകണേ പടച്ചവനെ. തന്റെ ഭാര്യയെ പോലും മറന്നുകൊണ്ട് എത്രയെത്ര യുവത്വം തുളുമ്പുന്ന ചെറുപ്പക്കാരാണ് തന്റെ ഭാര്യയുടെ സുഖം പോലും മറന്നുകൊണ്ട് മരുഭൂമിയുടെ കൊടുംവെയിലിൽ കിടന്ന് കഷ്ടപ്പെടുന്നത്. ആ ചെറുപ്പക്കാരനെ നോക്കിക്കൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ദുഃഖിക്കരുതേ,
പ്രയാസപ്പെടരുതേ. ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി ഏതെങ്കിലും ഒരു മുസ്ലിം സഹോദരനോ സഹോദരിക്കോ വല്ല ന്യൂനതകളോ വിഷമങ്ങളോ തട്ടിയാൽ അള്ളാന്റെ ദർബാറിലേക്ക് അവരെത്തുമ്പോ വമാ അലൈഹി ഖതിയാ, അവർക്കൊരു പാപവും ഉണ്ടാകാതെ നേരെ സ്വർഗത്തിലേക്കാണ് മലക്കുകൾ അവരെ ആനയിച്ചു കൊണ്ടുപോവുക. അത് മതിയല്ലോ നമുക്ക് വലുത്, അതല്ലേ നമുക്ക് വലുത്. നമ്മുടെ നോമ്പ് എന്തിനാണ്? നമ്മുടെ നമസ്കാരം എന്തിനാണ്? നമ്മുടെ ഖുർആൻ പാരായണം എന്തിനാണ്? നമ്മുടെ ഈ പ്രഭാഷണം എന്തിനാ? ദുനിയാവിലെ നൈമിഷികമായ ജീവിതത്തിന് വേണ്ടിയല്ല, ആഖിറത്തിന്റെ അനശ്വരമായ ഭവനത്തിന് വേണ്ടിയാണ്. ദുനിയാവിൽ നമുക്ക് കുറഞ്ഞു പോയാൽ നീതിമാനായ പടച്ച തമ്പുരാൻ ആഖിറത്തിൽ നമുക്ക് വണ്ണമായ പ്രതിഫലം നൽകുമെന്ന് ലോകത്തിന്റെ ഹബീബായ മുത്തളി മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി. അതുകൊണ്ട് ദുഃഖിക്കരുതേ, പ്രയാസപ്പെടരുതേ. ഈ ദുഃഖവും ഈ പ്രയാസവും ഈ മാരകമായ രോഗങ്ങളും അല്ലാഹു നൽകുന്നത് സ്വർഗത്തിന്റെ പദവികൾ അധികരിപ്പിക്കാനാ. അതുകൊണ്ട് ആരും പറയരുത് ഉസ്താദേ വർഷങ്ങളായി കിടക്കുന്നത് മരിക്കുന്നുമില്ല, എന്താ ഇത് വല്ലാത്ത രോഗം ഉസ്താദേ. ഓരോ വീട്ടിൽ പോകുമ്പോ ഓരോ ചങ്ങാതിമാർ പറയും, സുഖമില്ലാതെ കിടക്കുന്നവർ പറയും, എന്താണ് വല്ലാത്ത ബുദ്ധിമുട്ട് ഉസ്താദേ, മരിച്ചു കിട്ടിയാൽ മതി, മരിച്ചു കിട്ടിയാൽ മതി, ഈ രോഗം കൊണ്ട് സഹിക്കാൻ വയ്യ, വേദന, വല്ലാത്ത വേദന. എന്ത് വേദനപ്പാ നിനക്ക്? ഈ വേദനയുടെ പേരിൽ നിനക്ക് അല്ലാഹ് കൂലി എഴുതല്ലേ, കൂലി എഴുതല്ലേ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ലാ യതമന്നയന്ന അഹദുകും അൽ മൗത ലിഗുർരിൻ അസാബ്. ഒരു ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ രോഗമോ മനോദുഃഖമോ കടമോ പ്രയാസമോ ദാരിദ്ര്യമോ വിഷമമോ ഉണ്ടായാൽ അതിന്റെ പേരിൽ നീ മരണത്തെ ആഗ്രഹിക്കരുതേ. നബിയിന റസൂലുള്ളാഹി. ചില ആളുകളുടെ ധാരണ എങ്ങനെയാണല്ലോ, ചില ആളുകൾ എന്താ, മരിച്ചാൽ മതി, മരിച്ചാൽ മതിയായിരുന്നു, മരിച്ചാൽ മതിയായിരുന്നു. അങ്ങനെ ഒരു ബുദ്ധിമുട്ടും പ്രയാസങ്ങളും വരുമ്പോ മരണത്തെ ആഗ്രഹിക്കാൻ പാടില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇനിയും മരണമല്ലാതെ എന്റെ മുന്നിൽ മറ്റു മാർഗമൊന്നുമില്ല എങ്കിൽ അവൻ 2 റക്അത്ത് റബ്ബിന്റെ കോടതികൾ നമസ്കരിച്ചുകൊണ്ട് അവൻ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു കൊള്ളട്ടെ. അല്ലാഹുമ്മ ഇൻ കാനത്തിൽ ഹയാതു ഖൈറൻ ലീ, അല്ലാഹുമ്മ അഹീനി ഇൻ കാനത്തിൽ ഹയാതു ഖൈറൻ ലീ വതവഫനി ഇദാ കാനത്തിൽ മമാതു ഖൈറൻ ലീ. അല്ലാഹുവേ, എന്റെ ശാരീരികമായ രോഗം എന്നെ വല്ലാണ്ട് അലട്ടുന്നു പടച്ചവനെ, ഞാൻ വല്ലാണ്ട് ദുഃഖത്തിലാണ് അല്ലാ, വല്ലാതെ പ്രയാസത്തിലാണ് അല്ലാ പടച്ചവനെ, ഞാൻ ലോൺ എടുത്ത് നശിച്ചു പോയി പടച്ചവനെ. നാളെ നേരം വെളുക്കുമ്പോ എന്റെ വീടിന്റെ ഉമ്മറപ്പടിയിൽ ആ ബാങ്കിൽ നിന്ന് ബാങ്കുകാരും ജീവനക്കാരും ജപ്തി നോട്ടീസുമായി വരും അല്ലാ, എനിക്ക് സഹിക്കാൻ കഴിയില്ല അല്ലാ. ഞാൻ അഭിമാനത്തോടുകൂടി ജീവിച്ചവനാണ്, നാളെ എന്റെ മാനം പിച്ചി ചീന്തപ്പെടും പടച്ചവനെ. അതുകൊണ്ട് ഞാൻ മരിക്കാൻ ആഗ്രഹിക്കുന്നു അല്ലാ. മരണമാണ് എനിക്ക് ഖൈറെങ്കിൽ ഈമാനോടെ നീ മരിപ്പിക്കണേ പടച്ചവനെ. അതല്ല ജീവിതമാണ് ഖൈറെങ്കിൽ ഇതിനുള്ള പരിഹാരം നീ എത്തിച്ചു തരണമേ നാഥാ. അങ്ങനെ വേണം ഒരാൾ ദുആ ചെയ്യാൻ, അല്ലാതെ പെട്ടെന്ന് ആത്മഹത്യ ചെയ്യലല്ല. ഭർത്താവ് എന്നെ തലാക്കെല്ലാം പോന്നു, ഭർത്താവ് എന്നെ തലാക്കിയല്ലേ, ആത്മഹത്യയാണോ? ഭർത്താവ് മരിച്ചു, എനിക്കിനി ആരുമില്ല, ആത്മഹത്യയാണോ? ഒരു മുസീബത്ത് വന്നാൽ എന്ത് ചെയ്യണം? പ്രവാചകന്റെ പ്രതിവിധി, അല്ലാഹുമ്മ അജുർനി ഫീ മുസീബതി വഖ്ലുഫ് ലീ ഖൈറൻ മിൻഹാ. അല്ലാഹുവേ, എന്റെ മുസീബത്തിൽ എനിക്ക് നീ നല്ല കൂലി നൽകണേ പടച്ചവനെ. ഇതിനേക്കാൾ ഇരട്ടി, ഇതിനേക്കാൾ ഒരു പരിഹാരം, ഇതിനേക്കാൾ ഉചിതമായത് എനിക്ക് നീ നൽകി എന്നെ നീ സഹായിക്കണേ പടച്ചവനെ, സഹായിക്കണേ പടച്ചവനെ. വലിയ സംഭവം. ഭർത്താവ് മരിച്ചാൽ ഭാര്യ പറയേണ്ടത് അങ്ങനെയാണ്. ഭർത്താവ് മരിച്ചാൽ ഭാര്യ പറയണം. ഒരു ബുദ്ധിമുട്ടും പ്രയാസങ്ങളും നമുക്ക് വന്നാൽ നമ്മൾ ചെയ്യേണ്ട ദുആ, അല്ലാഹുമ്മ അജുർനി ഫീ മുസീബതി വഖ്ലുഫ് ലീ ഖൈറൻ മിൻ. പടച്ചവനെ, എന്റെ മുസീബത്തിൽ നീ എന്നെ സഹായിക്കണം, ഇതിനേക്കാൾ
ബദിൽ എനിക്ക് നല്ലത് നീ നൽകണേ എന്ന് ദുആ ചെയ്തു. ഉമ്മു സൽമ റളിയല്ലാഹു തആല ദുആ ചെയ്തു. ഭർത്താവ് മരിച്ചപ്പോൾ ദുആ ചെയ്തു, എൻ്റെ മുസീബത്തിൽ എന്നെ സഹായിക്കണേ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നീട് അവരെ വിവാഹം കഴിച്ചു. എൻ്റെ ഭർത്താവിനേക്കാൾ ഉചിതമായത് എനിക്ക് നൽകണേ എന്ന് അള്ളാന്റെ റസൂലിനെ കൊണ്ട് അവർ പറഞ്ഞ് സന്തോഷിച്ചു. നബിതങ്ങളുടെ സദസ്സിൽ നിന്ന് വന്ന് എൻ്റെ ഭർത്താവ് എനിക്ക് ഈ ദുആ പഠിപ്പിച്ചു തരുമായിരുന്നു. ഒരു മുസീബത്ത് വരുമ്പോൾ അല്ലാഹുമ്മ അജ്റുനി ഫീ മുസീബത്തി വഖ്ലുഫ്നി ഖൈറൻ മിൻ, എൻ്റെ മുസീബത്തിൽ എന്നെ സഹായിക്കണേ, ഇതിനേക്കാൾ ഉപരി എനിക്ക് നൽകണേ, നല്ലത് നൽകണേ എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ എൻ്റെ ഭർത്താവ് മരിച്ചപ്പോൾ ഞാൻ അങ്ങനെ ദുആ ചെയ്തു. എനിക്ക് അള്ളാന്റെ റസൂലിനെ കിട്ടി. ഭാഗ്യല്ലേ നമ്മളതിനെ ദുഃഖിക്കുന്നത്, നമ്മളതിനെ പ്രയാസപ്പെടുന്നത്? ഇങ്ങനെ ആത്മാർത്ഥമായി പറഞ്ഞുകൊണ്ടേ അല്ലാഹു രക്ഷപ്പെടുത്തും, പരിഹാരം വന്നു തരും. അതിന് മനുഷ്യന് സൈക്കിൾ, അതൊന്നും പെട്ടെന്ന് കാര്യം നടക്കണം, അത് വലിയ പാടാ. പെട്ടെന്ന് കാര്യം ആദ്യം ഓതി ആയത്താ ഹത്താ സുൽസിലു, സഹാബാക്കൾ പോലും, നബിയും സഹാബാക്കൾ പോലും حتى يقول الرسول والذين آمنوا معه متى نصر الله. എപ്പോഴാണ് അള്ളാഹുവിന്റെ സഹായം എന്ന് അവരിങ്ങനെ ആശിച്ചു പോയി, ആഗ്രഹിച്ചു പോയി. അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്. ദുഃഖിക്കണ്ട, നിങ്ങളുടെ ദുആയുടെ ബർക്കത്ത് അള്ളാഹു നിങ്ങൾക്ക് പെട്ടെന്ന് എത്തിച്ചു തരും, അറിയിച്ചു തരും. നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ പ്രയാസപ്പെടണ്ട. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ രോഗങ്ങളും ഈ ബുദ്ധിമുട്ടും തരുന്നത് എന്തിന്? സ്വർഗ്ഗത്തിൽ പദവി കൂട്ടാൻ. ഒരു ഹദീസ് കൊടുക്കട്ടെ. ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് 12:35 ഇതിനൊക്കെ വേറെ പരിഹാരമുണ്ട്. വേറെ ഇനി ഇതൊക്കെ എന്തുകൊണ്ടുണ്ടാകുന്നു എന്നുള്ളത്, ഈ പരീക്ഷണങ്ങൾ എന്തുകൊണ്ടുണ്ടാകുന്നു, പ്രകൃതിക്ഷോഭം എന്തുകൊണ്ടുണ്ടാകുന്നു, മാരക രോഗം എന്തുകൊണ്ടുണ്ടാകുന്നു, അതിന് വേറെ ഹദീസുണ്ട്. അത് വലിയൊരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സമയമില്ലല്ലോ, ഉണ്ടെങ്കിൽ അത് പറയണമല്ലോ, നല്ല എൻ്റെ ലാസ്റ്റിലെത്തുള്ളൂ. നാളെ തൗബയാ വിഷയം. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതായി ജാബിർ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, യവദ്ദു അഹ്ലുൽ ആഫിയതി അൽ ജന്ന യൗമൽ ഖിയാമ. ആരോഗ്യമുള്ളവർ ആഖിറത്തിൽ പോയിട്ട് അവർ ആഗ്രഹിക്കും, ഖിയാമത്ത് നാളിൽ ആരോഗ്യമുള്ളവർ. യവദ്ദു അഹ്ലുൽ ആഫിയതി യൗമൽ ഖിയാമ ഹീന യുഅതാ അഹ്ലുൽ ബലായി അസ്സവാബാ. ദുനിയാവിൽ പരീക്ഷണത്തിന് വിധേയരായവർക്ക്, ദുനിയാവിൽ വർഷങ്ങളായി വാട്ടർ ബെഡിൽ കിടന്ന് കഷ്ടപ്പെട്ടവർക്ക്, ദുനിയാവിൽ ക്യാൻസർ രോഗം പിടിച്ച് മരിച്ചവർക്ക്, ദുനിയാവിൽ പ്ലേഗ് രോഗം പിടിച്ച് മരിച്ചവർക്ക്, ദുനിയാവിൽ ഡെങ്കിപ്പനിയോട്, ദുനിയാവിൽ ചിക്കുൻഗുനിയ പോലുള്ള മാരകമായ രോഗങ്ങൾ കൊണ്ട് വേദന അനുഭവിച്ച് മരിച്ചു പോയവരുണ്ടല്ലോ, അവർക്ക് അല്ലാഹു സ്വർഗ്ഗത്തിൽ നൽകുന്ന പദവികൾ കണ്ടുകൊണ്ട് രോഗമൊന്നുമില്ലാതെ മരിച്ചുപോയ ആരോഗ്യവാന്മാര് പറയുമത്രേ, യവദ്ദു അഹ്ലുൽ ആഫിയതി യൗമൽ ഖിയാമ ഹീന യുഅതാ അഹ്ലുൽ ബലായി അസ്സവാബാ ലൗ അന്ന ജുലൂദഹും ഖുരിളത് ബിൽ മഖാനീൽ. ആരോഗ്യമുള്ളവർ ഒരു രോഗമില്ലാതെ മരിച്ചുപോയി സ്വർഗത്തിലെത്തിയാൽ, രോഗികളായി മാരക രോഗം പിടിപെട്ട് മരിച്ചുപോയവർക്ക് സ്വർഗത്തിൽ അല്ലാഹു കൊടുക്കുന്ന പദവികൾ കാണുമ്പോ അസൂയ പൂണ്ടുകൊണ്ട് ഈ ആരോഗ്യവാന്മാര് പറയുമത്രേ, അവരാഗ്രഹിക്കുമത്രേ, അല്ലാ ദുനിയാവിൽ വെച്ച് കത്രിക കൊണ്ട് ഞങ്ങളുടെ ശരീരത്തെ നീ മുറിക്കാമായിരുന്നില്ലേ, ഞങ്ങളുടെ ശരീരത്തെ നീ കീറി മുറിച്ച് ആ വേദന അനുഭവിച്ചിരുന്നുവെങ്കിൽ ഞങ്ങൾ ഈ സ്വർഗത്തിന്റെ ഉന്നതമായ പദവികളിൽ ഞങ്ങൾ എത്തിപ്പെടുമായിരുന്നല്ലോ. ദുനിയാവിൽ ഞങ്ങൾക്ക് നീ ആരോഗ്യം തന്നതിന്റെ പേരിലല്ലേ ഈ സ്വർഗത്തിന്റെ ഉത്തുംഗ സോപാനത്തിൽ പ്രവേശിക്കാൻ ഞങ്ങൾക്ക് അനുവാദം കിട്ടാത്തത്. ദുനിയാവിൽ കഷ്ടപ്പെട്ട് പീഡനം അനുഭവിച്ചവർക്ക് സ്വർഗത്തിൽ ഉന്നതമായ പദവികൾ നീ നൽകുമ്പോ ഞങ്ങൾ ആഗ്രഹിച്ചു പോകുന്നു, അല്ലാ ആ ഒരു സ്ഥാനം ഞങ്ങൾക്ക് നൽകണേ എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു പോകുന്നു, അല്ലാ.
മനസ്സിലായോ? ദുനിയാവിൽ ആരോഗ്യം കിട്ടിയവർ എവിടെ ചെന്നിട്ട് ആഗ്രഹിക്കും? ഈ ബലാ പിടിച്ചവർക്ക്, ദുനിയാവിൽ ബലാ പിടിച്ചവർക്ക്, പിടിപെട്ടവർക്ക്, രോഗം, കടം, പ്രയാസം, മനോദുഃഖം, ഇതിലിങ്ങനെ കഷ്ടപ്പെട്ട് മരിച്ചുപോയവർക്ക് സ്വർഗത്തിൽ അല്ലാഹു കൊടുക്കുന്ന ഉന്നതമായ പദവി കാണുമ്പോൾ ഈ ആരോഗ്യവാന്മാര് മനസ്സിലാക്കും. അല്ലാഹ് ഞങ്ങളുടെ ദുനിയാവിൽ ഞങ്ങളുടെ ശരീരത്തെ ഒരു കത്രിക കൊണ്ട് മുറിച്ച് മാറ്റിക്കൂടായിരുന്നു പടച്ചവനെ. അങ്ങനെയെങ്കിലും വേദന അനുഭവിച്ചിട്ട് ഈ സ്വർഗത്തിൽ ഇത്രയും ഒരു ത്യാഗം, ഇത്രയും ഉന്നതമായ പദവി അലങ്കരിക്കാമായിരുന്നല്ലോ എന്ന് ആഗ്രഹിക്കും നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ നമുക്ക് വിഷമമുണ്ടോ? അപ്പൊ നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും നമുക്ക് വല്ല വിഷമമുണ്ടോ? വിഷമിക്കാൻ പാടില്ല എന്നതിന്റെ അർത്ഥം. അല്ലേ? വിഷമിക്കാൻ പാടില്ല എന്നതിന്റെ അർത്ഥം. സഹിക്കുക, ക്ഷമിക്കുക. ആ ക്ഷമയുടെ ഫലം സ്വർഗമാണ്. അതുകൊണ്ട് രോഗം പിടിപെട്ടവര് മരിക്കാൻ നിൽക്കണ്ട. അത് മരിക്കണമെന്ന് ആഗ്രഹിക്കരുത്. ആത്മഹത്യ ചെയ്യാൻ നിൽക്കരുത്. വണ്ടിയുടെ മുന്നിൽ എടുത്ത് ചാടരുത്. ഇതെല്ലാം നമ്മളെ കൊണ്ടുപോയി എത്തിക്കുന്ന നരകത്തിലേക്കാണ്. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم أنزله المقعد المقرب عندك يوم القيامة. لا إله إلا الله العظيم الحليم. لا إله إلا الله رب العرش العظيم. لا إله إلا الله رب السماوات رب الأرض رب العرش الكريم. لا إله إلا أنت سبحانك إنا كنا من الظالمين. يا علي يا عظيم يا حكيم يا حليم. اللهم اعتق رقابنا ورقاب آبائنا وأمهاتنا وأقربائنا من الديون والمظالم والنار. اللهم اجعل هذا الشهر الشريف العظيم المبارك شاهدا لنا لا شاهدا علينا، واجعل حجة لنا لا حجة علينا يا رب العالمين. اللهم عافنا في أبداننا، اللهم عافنا في أبصارنا، اللهم عافنا في أسماعنا. لا إله إلا أنت يا ذا الجلال والإكرام. اللهم أرنا الحق حقا وارزقنا اتباعه، وأرنا الباطل باطلا وارزقنا اجتنابه. اللهم ربنا شرفنا بالتقوى وجملنا بالعافية وارزقنا الجنة يا رب العالمين. اللهم زينا بزينة الإيمان وشرفنا بشرف القرآن وأكرمنا بكرامات نبينا محمد صلى الله عليه وسلم. اللهم اغفر لجميع المسلمين الذين شهدوا لك بالوحدانية ولنبيك بالرسالة وماتوا على ذلك يا رب العالمين. اللهم اغفر لنا واغفر لهم وارحمنا وارحمهم واعف عنا واعف عنهم يا ذا الجلال والإكرام. اللهم ادفع عنا البلاء والوباء والغلاء والزنا والربا والزلازل والخسف والمسخ والقذف والمحن وسوء الفتن ما ظهر منها وما بطن عن بلدنا هذا خاصة وعن سائر بلاد المسلمين عامة إنك على كل شيء قدير. കരുണയുള്ള അല്ലാഹുവേ, ഈ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ തേട്ടത്തെ പാഴാക്കല്ലേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ഈ പ്രഭാഷണത്തെ സ്വീകരിക്കണേ പടച്ചവനെ. അല്ലാഹുവേ, പറയുന്നവർക്കും കേൾക്കുന്നവർക്കും ഇഖ്ലാസ് നൽകണേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങളുടെ അപാകതകളെ ന്യൂനതകളെ നീ പരിഹരിക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ നിന്ദ്യരും നിസാരരുമാക്കല്ലേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഇസ്സത്തും ഇഫ്ഫത്തും നസീബാക്കണേ പടച്ചവനെ. യാ അല്ലാഹു, ഞങ്ങളുടെ രോഗങ്ങളെ നീ ശിഫയാക്കി താ പടച്ചവനെ. മാരകമായ ക്യാൻസർ പോലുള്ള രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട് പടച്ചവനെ. ഈ പരിശുദ്ധമായ റമളാനിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ ശിഫയാക്കണേ അല്ലാഹ് പടച്ചവനെ. ഈ പരിശുദ്ധമായ 10ന്റെ ബർക്കത്ത് കൊണ്ട് ശിഫയാക്കണേ അല്ലാഹ്. ആയിരങ്ങൾ പങ്കെടുത്ത ആലിമീങ്ങളും സാദാത്തുക്കളും മഹത്തുക്കളും നിന്റെ ആരിഫീങ്ങളും പങ്കെടുത്ത ഈ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് എല്ലാവിധ രോഗത്തിനും പരിഹാരം നൽകണേ പടച്ചവനെ. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാഹുവേ. വർഷങ്ങളായ ഒരു കുഞ്ഞിക്കാലിന് വേണ്ടി കൊതിക്കുന്നവർക്ക് അതിനുള്ള സൗഭാഗ്യം നൽകണേ പടച്ചവനെ. നിലവിലെ മക്കളുള്ളവരുടെ മക്കളെ ഹാഫിളീങ്ങളും ആലിമീങ്ങളും ആക്കണേ പടച്ചവനെ. റഹ്മാനായ അല്ലാഹ്, ഞങ്ങളെ ഉഖ്റവികളായ പണ്ഡിതന്മാരാക്കണേ അല്ലാഹ്. നാഫിയായ ഇൽമു നൽകണേ പടച്ചവനെ. നാഫിയായ ഇൽമു നൽകണേ പടച്ചവനെ. നാഫിയായ ഇൽമു നൽകണേ പടച്ചവനെ. യാ അല്ലാഹുവേ, മാനസികമായി ശാരീരികമായി സാമ്പത്തികമായി ആരെല്ലാം ദുഃഖത്തിലും പ്രയാസത്തിലുമാണോ ആ ദുഃഖവും പ്രയാസങ്ങളിൽ നിന്ന് അവരെ നീ മോചിപ്പിക്കണേ പടച്ചവനെ. അവരെ രക്ഷപ്പെടുത്തണേ പടച്ചവനെ. അവരെ നീ സഹായിക്കണേ പടച്ചവനെ. ഈ റമളാനിന്റെ ഹക്ക് കൊണ്ട് അവരെ നീ സഹായിക്കണേ പടച്ചവനെ. ഈ റമളാനിന്റെ ബർക്കത്ത് കൊണ്ട് നീ അവരെ സഹായിക്കണേ പടച്ചവനെ. അവരുടെ എല്ലാ വിഷമങ്ങളും മാറ്റിക്കൊടുക്കണേ അല്ലാഹുവേ. പ്രവാസ ജീവിതം അനുഭവിക്കുന്ന പ്രവാസികൾ അവരനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും നീ അവരിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കണേ അല്ലാഹുവേ. സാമ്പത്തികമായി
കഷ്ടത അനുഭവിക്കുന്നവർ, കടം കൊണ്ട് വലയുന്നവർ, ഒരു പുര പോലുമില്ലാതെ പുര കെട്ടാൻ ഗതിയില്ലാതെ പുര കെട്ടിക്കടങ്ങളിൽ കുടുങ്ങിയവർ, ഇവരെല്ലാം നീ സഹായിക്കണേ അല്ലാ, സഹായിക്കണേ അല്ലാ, സഹായിക്കണേ അല്ലാ. പടച്ച റബ്ബേ, ഞങ്ങളെ എല്ലാവരെയും നീ സ്വർഗത്തിന്റെ സോപാനത്തിൽ ഒരുമിച്ച് കൂട്ടണേ പടച്ചവനെ. നരകത്തിൽ നിന്ന് മോചിപ്പിക്കണേ അല്ലാഹുവേ. ഞങ്ങൾ ചെയ്ത തെറ്റുകുറ്റങ്ങളെല്ലാം നീ മാപ്പാക്കണേ അല്ലാഹുവേ. ഇത്രയും ത്യാഗം സഹിച്ച് ഇത്രയും സമയം എത്ര വിദൂരങ്ങളിൽ നിന്ന് പോലും പടച്ചവനെ സ്ത്രീകളും പുരുഷന്മാരും യുവാക്കളും യുവതികളും കുഞ്ഞുമക്കളെ എടുത്തുകൊണ്ടുവന്ന മാതാക്കൾ പോലും അല്ലാഹുവേ, നീ അവരുടെ ഓരോ ചുവടുവെപ്പിനും അർഹമായ കൂലി നൽകണേ അല്ലാ, കൂലി നൽകണേ അല്ലാ. ഉയർത്തി നൽകണേ പടച്ചവനെ. ഇതിനു വേണ്ടി സഹായികളായവർ തന്റെ കൈകളിലുള്ള ഓരോ തുട്ടുകളും അല്ലാഹുവേ നിനക്ക് വേണ്ടി നിക്ഷേപിച്ച ഈ പുണ്യമായ മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട് ആ സദഖ നൽകിയവരെയും അല്ലാത്തവരെയും എല്ലാവരെയും നീ സ്വർഗത്തിന്റെ കുടക്കീഴിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. എല്ലാ ബലാ മുസീബത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ പടച്ചവനെ. ഈ ദുആ നീ സ്വീകരിക്കണേ അല്ലാഹുവേ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ العالمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم.